ഞാനൊരു അവസരം കിട്ടിയതിൽ ഈ മഹോത്സവ വേദിയിലേക്ക് എന്നെ വിളിച്ച മുഴുവൻ ഭാരവാഹികൾക്കും ഒപ്പം ഈ ഒരു പ്രോഗ്രാം ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്ന വിഷ്ണു ഭക്തർക്ക് വേണ്ടിയിട്ടും പ്രത്യേകമായിട്ടുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കുന്നു. ക്ഷേത്രത്തിൽ എത്തിയ സമയത്ത് ഭഗവാനെ വളരെ നന്നായിട്ട് തന്നെ തൊഴാൻ സാധിച്ചു. വളരെയധികം ഭാഗ്യം ചെയ്ത ആളുകളാണ് നിങ്ങളെന്ന് പറയാതെ വയ്യ. കാരണം ഇത്രയധികം ചൈതന്യമുള്ളൊരു ക്ഷേത്രം, ഇത്രയധികം സ്നേഹമുള്ളൊരു ഭഗവാൻ, ഇതൊക്കെ ഒത്തിണങ്ങി കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം ഭാഗ്യം ചെയ്ത ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മുഖവരുള്ള എല്ലാ ആളുകളും വളരെയധികം ഭാഗ്യം ചെയ്ത ആളുകളാണ്. കാരണം സാക്ഷാൽ ഗുരുവായൂരപ്പനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ദേശനാഥനായിട്ട് കിട്ടി എന്നുള്ളതാണ്. മഹാദേവനെ കിട്ടിയാലും ഭഗവതി കിട്ടിയാലും ഞാൻ ഇത് തന്നെ പറയും. പക്ഷേ എല്ലായിടത്തും ഗുരുവായൂരപ്പനെ പൊക്കി പിടിച്ച് നടക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഇത് ഇവിടെ കുറച്ചുകൂടെ സ്പെഷ്യലായിട്ട് പറയാൻ നിർവാഹമില്ല. നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൽ ഈ ഒരു ഉത്സവം കഴിഞ്ഞ് ഇനി അടുത്തൊരു വർഷം ഒരു ഉത്സവകാലത്തേക്കുള്ള കാത്തിരിപ്പിലേക്ക് നീങ്ങാൻ പോകുന്ന സമയമാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭാഗവത സപ്താഹം നടക്കുകയായിരുന്നു എന്നുള്ളത്. ആധ്യാത്മികമായിട്ടുള്ള പരിപാടികൾക്കും ഒപ്പം ആഘോഷങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഒരു ഭാരവാഹികളാണ് ഈ ക്ഷേത്രത്തിനുള്ളതെന്നുള്ളത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം. സാധാരണ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് ഏതൊക്കെ തരത്തിലുള്ള പരിപാടികളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നതെന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത് ഏതൊരു ക്ഷേത്രത്തിന്റെ ഗാനമേളയ്ക്ക് സ്റ്റേജിൽ നിന്ന് പതയൊക്കെ തെറിക്കുന്നതാണ്. ഫോം പാർട്ടി സത്യം. അപ്പൊ അതൊന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. വളരെ നല്ലൊരു വേദി, നല്ല ആളുകൾ, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വ്യാസം വരുന്നുണ്ട്. ആരും ചൂടത്തിരിക്കണ്ടെന്ന് കരുതി ഭഗവാൻ നന്നായിട്ട് മഴയൊക്കെ പെയ്ച്ച് പൊടിയൊക്കെ മാറ്റി അല്ലെ വളരെ വൃത്തിയാക്കി തന്നിട്ടുണ്ട് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം. ഗുരുവായൂരപ്പന്റെ ഇത്രയധികം സ്നേഹം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഈ വേദിയിൽ എനിക്ക് നിങ്ങളോട് അല്പസമയം സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ പല ആളുകളും കണ്ടു വന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഉണ്ടാവുന്ന സന്തോഷം എത്രത്തോളാണെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല. എത്രയോ ആളുകൾ വന്ന് സംസാരിക്കുന്നു. ഇതൊന്നും എൻ്റെ ഒരു പ്രത്യേകത കണ്ടോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടല്ല, പറഞ്ഞതൊക്കെ ഒരാളെ കുറിച്ചായതുകൊണ്ട് മാത്രമാണ് ഈ സ്നേഹം. ഞാൻ ഇത് തന്നെ വേറൊരാളെ കുറിച്ച് നിങ്ങൾക്ക് പരിചയമുള്ള ഇവിടുത്തെ ഒരു ഗോവിന്ദേട്ടനെ കുറിച്ച് ഞാൻ എല്ലാ ദിവസവും ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്താൽ ഒരു മനുഷ്യന്റെ അടുത്ത് വരില്ല. മറിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിങ്ങളുടെ പ്രാണനായിട്ടുള്ള ഗുരുവായൂരപ്പനെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് ഗുരുവായൂരപ്പനോടുള്ള നിങ്ങളുടെ ഇഷ്ടത്തിന്റെ 0.1% എനിക്ക് കിട്ടുന്നുള്ളൂ. എനിക്കത് അസൂയുണ്ട്. ഗുരുവായൂരപ്പന് നിങ്ങൾ കൊടുക്കുന്ന 100-ൽ 1 അംശം എനിക്ക് തരുന്നു. വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് എത്രയോ മെസ്സേജുകൾ വന്ന് പല ആളുകളും ഇവിടെ എത്തിയിട്ടുമുണ്ട്. അവരോടൊക്കെ നന്ദി മാത്രമേ പറയാനുള്ളൂ. എല്ലാവരോടും പൊതുവിൽ പറയാനുള്ളത്, ഇത്രയധികം സ്നേഹം നിങ്ങൾക്ക് തരുന്ന ഭഗവാനോട് നമ്മൾ ഇന്നത്തെ കാലത്ത് എന്ത് തിരിച്ചു പെരുമാറണം എന്നുള്ളതിനെ കുറിച്ച് കുറച്ചു നേരം സംസാരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. എങ്ങനെയായിരിക്കണം ഭഗവാന്റെ ഭക്തർ ഈ കാലഘട്ടത്തിൽ? ഇന്ന് നിങ്ങൾക്ക് ഇതിനെ ന്യൂ ജനറേഷനോ ജെൻസിന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ വളരുന്ന കുട്ടികൾ, ഒപ്പം മാതാപിതാക്കൾ, മുത്തശ്ശൻ മുത്തശ്ശി എല്ലാവരും ഈ പെർട്ടിക്കുലർ കാലയളവിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഇത് പറയാനുള്ള എന്താ അധികാര വ്യാസനുള്ളതെന്ന് ചോദിച്ചാൽ അധികാരമൊന്നുമില്ല. പലയിടത്തുനിന്ന് വായിച്ചും ഭഗവാനായിട്ട് പറഞ്ഞു തരുന്നതും നമുക്കൊന്ന് പങ്കുവയ്ക്കാം. ഇങ്ങനെ ചെയ്യാൻ പാടുമെന്നുള്ള ആജ്ഞയൊന്നുമല്ല, എൻ്റെ ചെറിയ ചില നിർദ്ദേശങ്ങൾ അത്ര കഴിഞ്ഞാൽ മതി. നമ്മളൊക്കെ പൊതുവിൽ വിളിക്കുന്ന ആൾക്കാരാണ്. എന്നോട് എല്ലാവരും എന്ന് പറഞ്ഞു ഇങ്ങനെ ഭഗവാന്റെ ഭക്തരാണ്, ഭഗവാനെ അത്രയധികം ഇഷ്ടമാണ്, ഗുരുവായൂരപ്പനെ അത്ര ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ആൾക്കാരാണ്. നിങ്ങൾക്ക് ഞാൻ വളരെയധികം സാമ്യത കണ്ടത് മുഖവൂരിലെ എല്ലാ പോസ്റ്ററിലും ഗുരുവായൂരപ്പന്റെ ഫോട്ടോ ആണ് ഭഗവാന്റെ ഫോട്ടോ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത്രയധികം നിങ്ങൾക്ക് ഇഷ്ടമാണ് ഭഗവാനെ. അപ്പൊ നമ്മൾ പൊതുവിൽ അറിഞ്ഞോ അറിയാതെയോ പറയുന്ന ഒരു പേരാണ് നമ്മൾ ഭഗവാന്റെ ഭക്തരാണ് എന്നുള്ളത്. ഈ ഒരു ടൈറ്റിൽ ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്. നിങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു വലിയ ഉത്തരവാദിത്തം കൂടെ ചുമക്കേണ്ടതായിട്ട് വരും. എന്ന് വെച്ചാൽ ഇനി പറയുന്നതല്ല, ആ പറഞ്ഞ തലത്തിലേക്ക് ഉയരണം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്, ബിടെക് കമ്പ്യൂട്ടർ സയൻസ്. ആ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് 4 വർഷം കഴിഞ്ഞപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സായി. താഴെ ഒരു ഒപ്പിട്ടിട്ട് വൈസ് ചാൻസലർ ഒപ്പം കൂടിയ സർട്ടിഫിക്കറ്റ് കിട്ടി.
ഇതേപോലെ നമ്മൾ ഭഗവാന്റെ ഭക്തനാണ് അല്ലെങ്കിൽ ഭക്തയാണ് എന്ന് അവകാശപ്പെടുമ്പോൾ ആ അവകാശപ്പെട്ട സ്റ്റേറ്റ്മെന്റിന്റെ താഴെ ആരൊപ്പിടണം? ഭഗവാൻ ഒപ്പിടണം. അപ്പൊ മാത്രമേ ആരാവുന്നുള്ളൂ? ഭക്തൻ അല്ലെങ്കിൽ ഭക്തയായി മാറുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ക്ലെയിമേ ഉള്ളൂ, അവകാശം ജയിക്കാം. ഞാൻ ഗുരുവായൂരപ്പന്റെ വലിയ അടുത്ത ആളാണ്, ഭഗവാൻ കണ്ട പാടാതിരിക്കില്ല. എന്ത് വേണം? ഭഗവാനെ കൊണ്ട് പറയിക്കണം, ഇവൻ ഇവൾ എന്റെ ഭക്തനാണ് അല്ലെങ്കിൽ ഭക്തയാണ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഭഗവാനിൽ നിന്ന് എത്രയധികം ദൂരെയാണ് എന്നുള്ളത് ഇന്നത്തെ ചില സംഭവ വികാസങ്ങളിൽ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തിരുന്ന് ഇത്രയും കാലം പഠിച്ചിരിക്കുന്ന കുട്ടിയുടെ ജീവൻ എടുക്കുന്ന കൂട്ടുകാർ വളർന്നു വരുന്ന സമൂഹമാണ്. അല്പസമയത്തേക്കുള്ള വിഷമം മറക്കാൻ, അല്പസമയത്തേക്കൊന്ന് സമാധാനം കിട്ടാൻ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത്, എന്താണോ ലഭ്യമായിട്ടുള്ളത്, അത് വലിച്ചു മൂക്കിക്കയറ്റാനും കുടിക്കാനും യാതൊരു മടിയില്ലാത്ത ഒരു തലമുറയായിട്ട് പുതിയ തലമുറയിലെ കുട്ടികൾ വളർന്നു വരുന്നുണ്ട്. ഇവരെയൊക്കെ കൊണ്ട് എന്ത് പറയിപ്പിക്കണം? നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഭഗവാന്റെ ഭക്തനാണ് എന്ന് പറയിക്കുന്നിടത്താണ് നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ ഭക്തനാണെന്നുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നത്. ഞാൻ പറഞ്ഞു, ഭഗവാന്റെ ഭക്തൻ അല്ലെങ്കിൽ ഭക്ത എന്ന് പറയുന്നത് ഒരു പ്രിവിലേജ് അല്ല, അതൊരു എന്താ പറയുക, ഒരു മേലങ്കിയല്ല, അതൊരു ഉത്തരവാദിത്തമാണ്. അപ്പൊ എന്ത് വേണം? ഞാൻ ഉൾപ്പെടെ, ഞാൻ ഈ സംസാരിക്കുന്ന ഏതാണ്ട് 45-50 മിനിറ്റ് ഞാൻ അവിടെ സംസാരിക്കും. ഈ സംസാരിക്കുന്ന ഒന്നും എന്നെ കൂടി റൗണ്ട് ചെയ്തിട്ടേ ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ആളല്ല, നിങ്ങളിൽ ഒരാളായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ എന്തൊരു ദിവ്യ വെളിച്ചം എന്നൊന്ന് വിചാരിച്ചു. ഇപ്പൊ എന്ത് വേണം? ഭഗവാന്റെ ഭക്തൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് പഠിക്കണം. നമുക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഈ എക്സ്ക്യൂസ് കണ്ടുപിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഷോർട്ട് കട്ട് കണ്ടുപിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയപ്പോൾ അവിടെ ഒരു ഗുരുവായൂരപ്പന്റെ അമ്പലമായിരുന്നു. ആ അമ്പലത്തിൽ ചെന്ന സമയത്ത് അവിടത്തെ ഒരു ചേച്ചി, മാതൃസമിതിയിലൊക്കെ ഉള്ള ചേച്ചിയാണ്. ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ വ്യാഴാഴ്ച മാത്രമേ വരാറുള്ളൂ. നമുക്ക് ഈശ്വരന്മാർക്ക് ടൈം ടേബിൾ ഉണ്ട്. തിങ്കളാഴ്ച ശിവൻ, ചൊവ്വാഴ്ച ദേവി, ബുധനാഴ്ച പറയാത്ത ആൾക്കാരൊക്കെ പോകാത്ത ആൾക്കാരെന്ന് അർത്ഥം. വ്യാഴാഴ്ച ഗുരുവായൂരപ്പൻ, വെള്ളിയാഴ്ച ഭഗവതി, സ്ത്രീ ആയതുകൊണ്ട് തോന്നുന്നു കുറച്ച് സ്പെഷ്യൽ കൺസിഡറേഷൻ, വീണ്ടും ദേവി, ശനിയാഴ്ച അയ്യപ്പ സ്വാമി. ഇങ്ങനെ ടൈം ടേബിൾ ഉണ്ട്. ഈ ടൈം ടേബിളിൽ നിന്ന് എപ്പോൾ നമ്മൾ പുറത്ത് കിടക്കുന്നോ അപ്പോഴേ നമ്മൾ ഭഗവാന്റെ ഭക്തനാവുള്ളൂ. എങ്ങനെ പുറത്ത് കിടക്കാം? ഭഗവാന്റെ ഭക്തന്മാരിൽ നിന്നാണ് പഠിക്കേണ്ടത്. വ്യാസേനൻ ഭഗവാന്റെ ഭക്തനല്ല, എന്റെ അല്ല. നമുക്ക് മുമ്പ് നടന്നു പോയ മഹാത്മാക്കളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. നമ്മൾ ഭഗവാന്റെ ഭക്തനാണ്, ഞാൻ ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്നു, ഞാൻ ഗുരുവായൂരപ്പന്റെ ഭക്തനാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ആദ്യം ഉണ്ടാവേണ്ട ക്വാളിറ്റി, നിങ്ങൾക്കല്ല നമ്മൾക്ക് ജീവിതത്തിൽ ആകെ ഉണ്ടാവേണ്ട ക്വാളിറ്റി എന്തിനേയും സ്വീകരിക്കാനുള്ള മനോഭാവമാണ്. എന്ത് സംഭവിച്ചാലും ഭഗവാനെ, ഇത് അവിടുത്തെ ഇച്ഛ, അവിടുത്തെ താല്പര്യം, അവിടുത്തെ ആജ്ഞ, അവിടുത്തെ ലീല എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കാൻ സാധിക്കുന്നവർക്ക് മാത്രമേ ഉണ്ണിയേട്ടനായിട്ട് ഗുരുവായൂരപ്പനെ കിട്ടുള്ളൂ. അപ്പൊ മാത്രമേ മഞ്ചാടികൾ ഡ്രസ്സിലേക്ക് ഭഗവാൻ എറിയുള്ളൂ, അല്ലെങ്കിൽ ടി വിയിൽ കണ്ട് ആസ്വദിക്കേണ്ടി വരും. ഭഗവാനെ കിട്ടണം നമുക്ക് എല്ലാവർക്കും, അതാണ് ആഗ്രഹം. അപ്പൊ എന്ത് വേണം? എന്തിനേയും ഭഗവാന്റെ ഇച്ഛ എന്ന് പറഞ്ഞ് സമാധാനിക്കാനല്ല, സന്തോഷിക്കാൻ സാധിക്കണം. ഇത് ആരിൽ നിന്ന് പഠിക്കാൻ സാധിക്കും? രണ്ടുപേരുടെ പേര് ഞാൻ പറയാം. ഒന്ന് നിങ്ങൾക്ക് വളരെ അറിയാവുന്ന ആളാണ്, രണ്ട് നിങ്ങൾ ചിലപ്പോൾ അത്രയധികം കേട്ടിട്ടുള്ള ആളായിരിക്കില്ല. ഞാനിന്ന് വരുന്നത്, ഈ പ്രോഗ്രാം ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുന്നെങ്കിലും ഞാൻ വളരെയധികം വിഷമത്തോടു കൂടിയാണ് നടക്കുന്നത്. എന്റെ നാട്ടിൽ പൂരാണ്, തിരുവനന്തപുരം അങ്ങാടിപ്പുറം. ഭഗവതിയുടെ അമ്പലത്തിന് തൊട്ടടുത്തായിട്ടൊരു ഇല്ലമുണ്ട്. ആ ഇല്ലത്തിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പൂന്താനം എന്നാണ് ആ ഇല്ലത്തിന്റെ പേര്. ഭഗവാന്റെ ഭക്തൻ എങ്ങനെ ആയിരിക്കണം എന്ന് ഭഗവാൻ സർട്ടിഫൈ ചെയ്ത് ആദ്യം ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് പൂന്താനത്തിന്റെ ആയിരുന്നു. എങ്ങനെ? ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷമം ഉണ്ടായപ്പോ എന്ത് സംഭവിച്ചു? ഭഗവാനെ, ഇത് അവിടുത്തെ ഇച്ഛ എന്ന് പറഞ്ഞു, അല്ലെ? ഒരു അച്ഛനെ സംബന്ധിച്ചിടത്തോളം, അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഷമങ്ങളിൽ ഒന്നാണ് സ്വന്തം മകനെ അല്ലെങ്കിൽ മകളെ നഷ്ടപ്പെടുക എന്നുള്ളത്. എത്രയധികം കാത്തിരുന്ന് നേർച്ച കൊടുത്ത് കിട്ടിയ ഒരു കുട്ടി അകാല മൃത്യു സംഭവിക്കുമ്പോ പൂന്താനം എന്ത് പറഞ്ഞില്ല?
കൃഷ്ണ എന്ന് വിളിച്ച നാവ് കൊണ്ട് കള്ള കൃഷ്ണ എന്ന് വിളിച്ചില്ല പലരെയും പോലെ. കൃഷ്ണ എന്ന് തന്നെയാണ് വിളിച്ചത്. നമുക്ക് പ്രശ്നം, ഭഗവാൻ നമുക്ക് സൗഭാഗ്യങ്ങൾ തരുമ്പോൾ നമ്മൾ കണ്ണാന്നും, ഭഗവാൻ നമുക്ക് വിഷമങ്ങൾ തരുമ്പോൾ നമ്മൾ കള്ളാന്നും വിളിക്കും. അതാണ് പ്രശ്നം. എപ്പോഴും കണ്ണാന്ന് വിളിക്കാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്നേഹത്തോടെ കണ്ണാന്ന് വിളിക്കാൻ സാധിക്കുന്നില്ല? പൂന്താനത്തിന്റെ ആറ്റുനോറ്റ് കിട്ടിയ മകൻ മരിച്ച സമയത്ത് ഗുരുവായൂരപ്പൻ ഇനി ഇല്ല എന്ന് തീരുമാനിച്ചില്ല. ഇനി ഞാൻ ഗുരുവായൂർക്ക് പോവില്ല എന്ന് തീരുമാനിച്ചില്ല. പകരം എന്ത് പറഞ്ഞു? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. അക്സെപ്റ്റൻസ് ആണ്. എന്തുണ്ടായാലും അത് തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഗുരുവായൂരപ്പന്റെ ഭക്തർക്ക് ഉണ്ടാവേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി. ഞാൻ ഉൾപ്പെടെ എന്ത് സംഭവിച്ചാലും ഭഗവാനെ ഇത് അവിടുത്തെ ഇച്ഛയാണ്, ഞാനിത് അവിടത്തേക്ക് സമർപ്പിക്കുന്നു. ഇങ്ങനെ സംഭവിച്ചാൽ, ഇങ്ങനെ നിങ്ങൾ സമർപ്പിച്ചാൽ എന്ത് സംഭവിക്കും? ഭഗവാൻ നിങ്ങൾക്ക് കിട്ടും. ആ സംഭവത്തിന് ശേഷമാണ് ഭഗവാനെ പൂന്താനത്തിന് കിട്ടുന്നത്. അപ്പൊ എന്താ ഭഗവാൻ ചെയ്യുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തു തരുന്ന ഒരാളല്ല ഭഗവാൻ. ആരെ എടുത്തു തരുന്നത്? ഭഗവാൻ ഭഗവാനെ തന്നെയാണ് എടുത്തു തരുന്നത്. അപ്പൊ എന്ത് ചെയ്യും? പരമാവധി പരീക്ഷിക്കും. പരമാവധി ഞാൻ എന്നെ തന്നെ കൊടുക്കാൻ ഇയാൾ അർഹനാണോ എന്ന് ഭഗവാൻ പരീക്ഷിക്കും. അത് ചിലപ്പോൾ ഉയർത്തിയിട്ടായിരിക്കും, ചിലപ്പോൾ താഴ്ത്തിയിട്ടായിരിക്കും. പൂന്താനത്തെ ഭഗവാൻ ഒന്ന് താഴ്ത്തിയിട്ടായിരിക്കും. സന്തോഷം കൊടുത്തു, പെട്ടെന്ന് താഴ്ത്തി കിട്ടും. എന്ത് പറഞ്ഞു ഭഗവാൻ? ഇനി അങ്ങാണ് എന്റെ കുട്ടി, അങ്ങ് കുട്ടിയായിരിക്കും, എനിക്ക് വേറെന്തിനൊരു കുട്ടി, അങ്ങ് മതി. അങ്ങനെ തീരുമാനിച്ചപ്പോ കുഞ്ഞു വിരലില് ഇങ്ങനെ തൂക്കിയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന പരുവത്തിൽ ആരെ കിട്ടി? ഗുരുവായൂരപ്പനെ കിട്ടി. അപ്പൊ നമുക്കും ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും, നോക്കൂ, ഇന്നത്തെ കാലഘട്ടത്തിലെ തലമുറയിലുള്ള കുട്ടികൾ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ അവർ ആശ്രയിക്കുന്നത് താൽക്കാലികമായിട്ടുള്ള ലഹരിയാണ്. അത് വലിച്ചോ മുമ്പിൽ കയറ്റോ ചെയ്തു കഴിഞ്ഞാൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ ബോധമില്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നുള്ളൂ. വിഷമം മാറുന്നില്ല കേട്ടോ. ആ വിഷമം അവിടെ ഉണ്ട് എന്നുള്ള ബോധം നഷ്ടപ്പെടുന്നു. അതിനാണ് അത് ചെയ്യുന്നത്. പകരം എന്ത് ചെയ്യാം? അതിനേക്കാൾ നല്ലൊരു മെഡിസിൻ ഉണ്ട്. ഇത് അകത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഈ വിശ്വം മുഴുവൻ നിറങ്ങി നിൽക്കുന്നു ഭഗവാൻ. ആ ഭഗവാനാകുന്ന ലഹരിയിലേക്ക് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്നുള്ള ബോധം നശിക്കുകയല്ല ചെയ്യുക, പ്രശ്നമേ ഇല്ല എന്നുള്ള ബോധ്യം വരികയാണ് ചെയ്യുക. പൂന്താനത്തെ അതാണ് ചെയ്യുന്നത്. പൂന്താനം സ്വന്തം മകനെ നഷ്ടപ്പെടുത്തിയപ്പോഴും ഭഗവാന്റെ കാലിൽ നിന്ന് വിട്ടില്ല. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ആ ഒറ്റ ഇൻസിഡന്റോട് കൂടി ഭഗവാൻ ചെയ്ത് പറയാം, കൃഷ്ണ ഞാൻ അങ്ങനെ ചെയ്തില്ലേ, ഞാൻ അത്ര പായസം തന്നില്ലേ, ഇത്ര വെണ്ണ തന്നില്ലേ, തുടങ്ങി കണക്ക് പുസ്തകം നമ്മൾ എപ്പോൾ എടുക്കുന്നു അപ്പൊ ഭഗവാൻ നമ്മളിൽ നിന്ന് ദൂരേക്ക് ദൂരേക്ക് പോവാണ് ചെയ്യുന്നത്. പകരം സ്നേഹത്തോടു കൂടി ഭഗവാനെ ഭജിക്കുക എന്നുള്ളതാണ് നിഷ്കാമമായിട്ടുള്ള ഭക്തി. ഒന്നും പ്രതീക്ഷിക്കാതെ ഭഗവാനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാവും, എനിക്കുണ്ട്, സ്വാഭാവികം. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ നടത്തി തരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടിപ്പ് പറയട്ടെ. പണ്ട് ഈ ഒരു SI അയ്യപ്പൻ നായർ കൊടുക്കുന്ന ഒരു ടിപ്പുണ്ട്, അയാളുടെ കയ്യിൽ പിടുത്തം കൊടുക്കാതിരിക്കുകയാണ്. അതുപോലെ ഗുരുവായൂരപ്പനിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കാരണവശാലും ഭഗവാനോട് ചോദിക്കരുത്. സിമ്പിളാണ്. അത് ചോദിക്കുകയേ ചെയ്യരുത്. ചോദിക്കാതിരുന്നാൽ ഭഗവാൻ നിങ്ങൾ ചോദിച്ചതിലുപരി തന്ന് നിങ്ങൾ അനുഗ്രഹിക്കും. വീണ്ടും ഭഗവാന്റെ ഒരു ഭക്തന്റെ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ചോദിക്കുകയേ ചെയ്യാതെ ചോദിച്ചതിലധികം ഭഗവാൻ കൊടുത്ത ഒരാളുണ്ട്. ആരാത്? ഒക്കെ പറയൂ. കുചേലൻ. സുദാമ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഭഗവാന്റെ ഫ്രണ്ടാണ്. ഞാൻ എല്ലാവർക്കും പറയാറുണ്ടത്. ഭഗവാന്റെ കൂട്ടുകാരനാണ്. ഭഗവാൻ അത്രയധികം സ്നേഹിച്ച ആളാണ്. അയാളെ നമ്മൾ കുചേലൻ എന്ന് വിളിക്കുമ്പോൾ അത് അപമാനിക്കുന്നതിന് തുല്യമാണ്. കുചേലൻ എന്നതിന്റെ അർത്ഥം കീറിയ വസ്ത്രത്തോട് കൂടി ഒന്നാണ്. അയാളുടെ പേരല്ല. സുദാമ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ പണ്ട് വളരെ ഗുരുവായൂർ ദേവസ്വത്തിൽ വളരെ മുതിർന്ന ഒരു റാങ്ക് കൈകാര്യം ചെയ്യുന്ന ഒരാളോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ധനുമാസത്തിലെ 30 ബുധനാഴ്ചയാണ് കുചേല ദിനം. എല്ലാവരും പൊതുവിൽ പറയാ കുചേല ദിനം എന്നാണ്. നമുക്കൊരു സങ്കടം, ഭഗവാന്റെ ഫ്രണ്ട് അല്ലേ, ഭഗവാൻ താഴേക്ക് ഇറങ്ങി വന്ന് സ്വീകരിച്ച് സ്വന്തം കട്ടിലിരുത്തി കാല് തറവി കൊടുത്ത ആളാണ്. അപ്പൊ അങ്ങനെ ഒരാളെ നമ്മൾ റെസ്പെക്ട് ചെയ്യണ്ടേ? നമുക്ക് എന്ത് ചെയ്യാം? ഗുരുവായൂർ ദേവസ്വം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടൈറ്റിൽ എടുത്ത് മാറ്റാൻ പറ്റും. കുചേലൻ എന്നുള്ളത് മാറ്റി അടുത്ത വർഷം മുതൽ നമുക്ക് എന്ത് ചെയ്യാം? സുധാമ ദിനം ആചരിക്കാം എന്നാണ്.
അദ്ദേഹം എന്നോട് വളരെ തമാശയ്ക്ക് പറഞ്ഞു, വ്യാസൻ ഞാൻ സുധാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വ്യാസനോ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന കുറച്ച് പേർക്കൊക്കെ മനസ്സിലാവും അതാരാണെന്ന്. ആ ബാക്കിൽ അതിന്റെ അപ്പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്. അയാളോട് പോയിട്ട് ഞാൻ നാളെ സുധാമ ദിനമാണെന്ന് വെച്ചാൽ അയാൾ അത് ഏത് മാവ് എന്നോട് തിരിച്ചു ചോദിക്കുന്നതാണ്. അത്രയാണ് ആ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനെ കുറിച്ചുള്ള ബോധ്യം. ഇപ്പൊ എന്ത് ചെയ്യണം? ഭഗവാനിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ഭഗവാനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. അത് കുചേലൻ നമുക്ക് കാണിച്ചു തരുന്നു. കുചേലനല്ല, സുധാമാവ് കാണിച്ചു തരുന്നു. ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കഥകളിയിൽ ഒന്നാണല്ലോ. നിങ്ങൾ എല്ലാവർക്കും ഗൗരിലക്ഷ്മി പാടിയ വേർഷൻ ആണെങ്കിലും നല്ല കഥകളി സംഗീതത്തിലുള്ള ആൾക്കാർ പാടിയതാണെങ്കിലും അറിയാവുന്ന പദമായിരിക്കും അജിതാഹരെ. കുചേലവൃത്തം കഥകളിയിലെ പദമാണ് അജിതാഹരെ എന്ന് പറയുന്ന ഭാഗം. നെല്ല് കലർന്ന അവിലാണ് കൊടുക്കുന്നത് ഭഗവാൻ. നെല്ലുണ്ട് അതിൽ കേട്ടോ, പതിരുണ്ട്. ഈ കെട്ടിയ അവിലിൽ നിന്ന് ഭഗവാൻ ഒന്നാമത്തെ പിടി വാരി കഴിക്കുന്ന സമയത്ത് ഭഗവാന്റെ കവിള് മുറിഞ്ഞു എന്നാണ് ഈ നെല്ലിന്റെ മണി കുത്തിക്കയറിയിട്ട്. ചോര പൊടിഞ്ഞു കഴിക്കുന്ന സമയത്ത്. എന്നാലും കൂട്ടുകാരന്റെ മുഖത്ത് നോക്കി കണ്ണുനീര് വരുന്നുണ്ട്, വേദന ഉണ്ട്, എന്നാലും ചിരിച്ചുകൊണ്ട് രണ്ടാമത്തെ പിടി എടുത്ത് കഴിക്കുന്നു. അതും പലപ്പോഴും പലയിടത്തും കുത്തി മുറിവേൽപ്പിക്കുന്നുണ്ട്. ഒരു വിഷമവും ഇല്ലാതെ മൂന്നാമത്തെ പിടി എടുക്കുന്ന സമയത്താണ് ഒരാൾ കൈപിടിക്കുന്നത്. ഭാര്യ രുക്മിണി, ഭഗവാനെ എന്നെ അയാളുടെ ദാസിയാക്കരുത്. നോക്കൂ, കുചേലൻ ഈ അവിന് കൊടുത്തിട്ട് ഭഗവാനോട് ലിസ്റ്റ് കൊടുത്തോ, ഇത്രയും സാധനങ്ങൾ വേണം കേട്ടോ, അങ്ങനെ പറഞ്ഞു? ഇല്ല, ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ കുചേലവൃത്തം കേട്ട് കഴിഞ്ഞാൽ ഭഗവാൻ ചോദിക്കുന്നതിന് മറുപടി അല്ലാതെ ഒരക്ഷരം ആ മനുഷ്യൻ വേണ്ടിയിട്ടില്ല. ഭാര്യ ഭഗവാനെ കാണാൻ ചെന്നൂടെ, ഭഗവാനെ കാണാൻ ചെന്ന എല്ലാ വിഷമവും മാറില്ലേ, എന്തെങ്കിലും ചോദിച്ചു വാങ്ങിയിട്ട് വന്നൂടെയും ചോദിച്ചപ്പോ കുചേലൻ കരുതിയത് അദ്ദേഹത്തിന്, ഞാൻ സുധാമ എന്നുള്ള പേര് പലർക്കും പെട്ടെന്ന് മാറിപ്പോണോടെ ഞാൻ അതെന്നെ പറഞ്ഞു പോകണം, എനിക്കറിയാം തെറ്റാണെന്ന്. അദ്ദേഹം കരുതിയത് എന്തെങ്കിലും കിട്ടുന്നല്ല, എനിക്ക് കൃഷ്ണനെ കാണാലോ, എനിക്ക് ഭഗവാനെ കാണാലോ കുറെ കാലത്തിന് ശേഷം, അതുകൊണ്ട് പോവാം. ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ എല്ലാം കൊടുത്തു. എന്തുകൊണ്ട്? ഒന്നും ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ കാര്യത്തിൽ കീപ്പ് ചെയ്യുന്ന ടെക്നിക്. സ്വന്തം ഭാര്യയെ പോലും വേലക്കാരിയാക്കാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല ഭക്തന്റെ. ഭാഗവത്തിൽ പറയുന്നു, അഹം ഭക്ത പരാധീന, ഞാൻ എന്റെ ഭക്തന്മാരുടെ അടിമയാണെന്ന് പറഞ്ഞ ഒരൊറ്റ ഈശ്വരനേ ഉള്ളൂ, അത് ഗുരുവായൂരപ്പനാണ്. ഞാൻ എന്റെ ഭക്തന്മാരുടെ അടിമയാണ്. അതുകൊണ്ടാണ് ഒരക്ഷരാഭ്യാസവും ഇല്ലാത്ത, ഒരു പണക്കിഴവും ഇല്ലാത്ത ഒരു പാവം സ്ത്രീ, ഒരു വീട്ടമ്മ, ആ വീട്ടമ്മയ്ക്ക് ഭഗവാനെ കെട്ടിയിടാൻ സാധിച്ചത്. യശോദാമ്മയ്ക്ക് എത്രയോ യോഗിമാര്, എത്രയോ ആളുകൾ, ഞാൻ പലയിടത്തും കോട്ടയാറുണ്ട് ആ പാട്ട്, എന്നെ തവം ചെയ്തനെ യശോദ എന്നാണ്. ലോകത്തുള്ള എത്രയോ പുണ്യം ചെയ്ത മഹർഷിമാര്, ദേവന്മാര്, മഹർഷിമാര്, യോഗിമാര്, ഇവരൊക്കെ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് തപസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1000-2000 കൊല്ലായി. അവരുടെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷെ ഒരമ്മയുടെ പുറകെ ഓടുന്നു, ആ അമ്മയുടെ കൂടെ കളിക്കുന്നു, ആ അമ്മയെ നോക്കി ചിരിക്കുന്നു, പല്ലില്ലാത്ത മോണ കാണിച്ചു, ആ അമ്മയെ കളിയാക്കുന്നു. ആ അമ്മയ്ക്ക് കിട്ടിയ സൗഭാഗ്യം ആലോചിച്ചു. ആ അമ്മ, ഭഗവാൻ സ്വന്തം മോനായിട്ടാണ് കിട്ടുന്നത്. എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? കൃഷ്ണ എനിക്കിത് വേണം, ഇല്ല. പക്ഷെ എന്തും അറിഞ്ഞു കൊടുക്കുന്ന പാരമ്പര്യം. നിങ്ങൾ എത്ര പേര് ഗുരുവായൂർ പോകുമ്പോ താമരക്കണ്ണനെ തൊഴാറുണ്ട്? കൈ പൊക്കൂ. കുറെ പേരുണ്ട്. ഭഗവാന്റെ ആ രൂപത്തെ കൽപ്പവൃക്ഷം എന്നാണ് വിളിക്കുക. ചോദിച്ചത് എന്തും തരുന്നതാണ്. ചോദിച്ചത് എന്തും തരുന്നല്ല, അല്ല ആഗ്രഹിച്ചത് എന്തും തരുന്ന പറയും ആചാര്യന്മാര്. പക്ഷെ എന്ത് ചെയ്യരുത്? ചോദിക്കരുത്. അപ്പൊ നമുക്ക് കുചേലനിൽ നിന്ന്, അതായത് സുധാമാവിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്, പൂന്താനത്തിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ പേരെ എല്ലാവർക്കും പറയാനുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഭഗവാന്റെ ഏത് കഥ പറയാനാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ കഥയാണ് എല്ലാവർക്കും പറയാനുള്ളത്. അത് മഞ്ജുളയുടെ കഥയാണ്. മഞ്ജുളയെ പോലെ ആവാൻ ശ്രമിക്കുന്ന എത്രയോ പെൺകുട്ടികളെ എനിക്കറിയാം. ഞാൻ ഭഗവാന്റേതാണ് എന്ന് സമർപ്പിച്ച് ജീവിക്കുന്ന എത്രയോ കുട്ടികൾ, ഞാൻ അവരുടെ ഓരോരുത്തരുടെയും കാലിൽ നമസ്കരിക്കുന്നു. മഞ്ജുളയിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കണം? നമ്മൾ പൊതുവിൽ കേട്ടിട്ടുള്ളത് ഒരു പെൺകുട്ടി ചെറിയ പ്രായം മുതൽ തന്നെ ഭഗവാന് മാല കെട്ടി കൊടുക്കാൻ തുടങ്ങി. മാല കെട്ടുന്നു, എല്ലാ ദിവസവും കൊടുക്കുന്നു, ഭഗവാനെ ചാർത്തുന്നു. ഒരു ദിവസം ചെന്നപ്പോഴേക്കും നട അടച്ചു. വളരെ വിഷമായി, കരയാൻ തുടങ്ങി. കരഞ്ഞോണ്ടേയിരിക്കുന്നു. ഒരു മഹാത്മാവ് വന്ന് പറഞ്ഞു, മോളെ കരയൊന്നും വേണ്ട, സാരമില്ല,
നിന്റെ ഭക്തി ഭഗവാൻ കാണുന്നുണ്ട്. ഈ ആലിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി മാല ഇട്ടോളൂ, ഭഗവാൻ സ്വീകരിക്കും. മഞ്ജുള ആലിന്റെ ചുവട്ടിൽ മാല ഇട്ടു. അതവിടെ നിൽക്കട്ടെ, ആ മാല നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് എടുക്കാം. ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് ചോദിക്കട്ടെ, ഞാൻ എന്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴേ കൈപോക്കാം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഗുരുവായൂർ വരുമ്പോൾ വിഷമം തോന്നാറുണ്ട്? കൈപൊക്കുന്നു. എണ്ണം കൂടുതലാണ്. എനിക്കും അതെ, ഗുരുവായൂരിനെ തിരിച്ചു വരുമ്പോൾ നമുക്ക് വിഷമാണ്. ഇനി എന്ന് കാണും? എപ്പോഴാണ് ഇനി ഭഗവാനെ കാണാൻ സാധിക്കുക? ഇനി എന്ന് വരും? ഞാൻ വരുന്ന സമയത്ത് എന്തൊക്കെയായിരിക്കും മനസ്സിൽ നിന്നറിയില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള നമുക്ക് ഗുരുവായൂരിൽ നിന്ന് പോരുമ്പോ ഒരു വിഷമം ഉണ്ടാവുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാ? നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? സത്യം പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ ആ ഉണ്ണി എടുത്ത് മടിയിൽ വെക്കും. ഭഗവാനെ എടുത്തിട്ട് നമ്മൾ മടിയിൽ വെക്കും. ആ അമ്പലത്തിൽ കൂടെ ഒക്കെ നമ്മൾ അതിനെ കൂടെ നടക്കും. അതിന് പാൽപ്പായസം കൊടുക്കും, വെണ്ണ കൊടുക്കും, കളഭം കൊടുക്കും, ഒക്കെ കൊടുക്കും. കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിയുമ്പോൾ എന്ത് ചെയ്യും? എവിടെ നിന്നാണോ എടുത്തത് അവിടെ തന്നെ കൊണ്ടുവയ്ക്കും, നമ്മൾ തിരിച്ചു പോയി. അതുകൊണ്ട് നമുക്ക് എന്ത് തോന്നുന്നു? ഭഗവാൻ പോയി, ഭഗവാൻ നമ്മുടെ നിന്ന് ദൂരെയായി. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ശരി, തിരിച്ചു വരുമ്പോ തിരിച്ചു വെക്കുകയല്ല വേണ്ടത്, കൂടെ കൊണ്ടുവരികയാണ് വേണ്ടത്. ഞാൻ ഇത് കഴിഞ്ഞൊരു സ്ഥലത്ത് പോയി പറഞ്ഞപ്പോ അവിടുന്ന് ഒരു ചേച്ചി അടുത്ത ദിവസം എനിക്ക് ഗുരുവായൂരിന്റെ ഫോട്ടോ അയച്ചു, ഒരു കൃഷ്ണ വിഗ്രഹം പിടിച്ചായിരുന്നു. അതുകൊണ്ട് കാര്യമില്ല. ഒപ്പം കൊണ്ടുവരേണ്ടത് എവിടെയാണ്? മനസ്സിലാണ്. ഗുരുവായൂർ മാത്രമാണ് ഭഗവാൻ ഉള്ളത് എന്ന് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാനിപ്പോ ചെയ്തത്. അങ്ങാടിപ്പുറത്ത് മാത്രമല്ല ഭഗവതി ഉള്ളത് ചിന്തിച്ചു. അതുകൊണ്ട് എനിക്ക് പൂരം മുടങ്ങിയ വിഷമില്ല. ഇപ്പൊ എന്ത് വേണം? ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ഗുരുവായൂർ മാത്രമാണ് ഭഗവാൻ ഉള്ളത് എന്നുള്ള ചിന്ത പോവും. എപ്പോഴും സന്തോഷം ഉണ്ടാവും. ഗുരുവായൂർ പോകുമ്പോൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഭഗവാൻ കൂടെ ഉണ്ട്. ഭഗവാൻ ഇത് അന്നേ കണ്ടിരുന്നു എന്നാണ് ഈ ഒരു വിഷമ പാവപ്പെട്ട ഈ ഭക്തരുടെ. അതുകൊണ്ട് ഭഗവാൻ തീരുമാനിച്ചു, ഞാൻ എല്ലായിടത്തും ഉണ്ട് എന്ന് എല്ലാവരും അറിയട്ടെ. അതുകൊണ്ട് മഞ്ജുളയ്ക്ക് ഒരു മാല ചാർത്താൻ ഒരു അവസരം കൊടുത്തു. മഞ്ജുള ആലിന് ചുവട്ടിൽ ചാർത്തിയ മാല പിറ്റേ ദിവസം ഭഗവാന്റെ ആ ചതുർബാഹു വിഗ്രഹത്തിൽ ചെന്ന് ചേർന്നു എന്നാണ്. ഞാൻ ഈ മഞ്ജുള കരഞ്ഞതിനെ കുറിച്ച് പറയാറുണ്ട് പല ആളുകളും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണോ, അല്ലെങ്കിൽ എത്ര പേർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ശരിയാണ് എന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് തോന്നിയതാണ് മഞ്ജുള കരഞ്ഞത് ഒരിക്കലും എനിക്ക് ഭഗവാന് മാല ചാർത്താൻ പറ്റിയില്ലല്ലോ എന്നാലോചിച്ചിട്ടല്ല. നമ്മൾ അങ്ങനെയാണ് കരുതേണ്ടത് അല്ലെ? ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ഭഗവാൻ ഒരു വഴിപാട് കൊടുത്തിരുന്നു, ഇന്നത് ഭഗവാന് കൊടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അയ്യോ എനിക്കുണ്ടായ ആ ഒരു വിഷമം. മഞ്ജുള അങ്ങനെ ചിന്തിച്ച ഒരാളായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മഞ്ജുളയുടെ ഭക്തിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മഞ്ജുള കരുതിയത് എല്ലാ ദിവസവും എന്റെ കണ്ണന് ഞാൻ മാല ചാർത്തി കൊടുക്കുന്നുണ്ട്, ഇന്ന് എന്റെ മാല കിട്ടാനിട്ട് എന്റെ കണ്ണന് വിഷമായിട്ടുണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട മഞ്ജുള കരുതുന്നത്. അല്ലാതെ എന്റെ മാല ചാർത്താൻ പറ്റില്ലോ എന്ന് വിചാരിച്ചിട്ടല്ല. എന്റെ ഈ മാല പ്രതീക്ഷിച്ച അടുത്ത ഒരാളുണ്ടായിരുന്നു, അയാൾക്ക് എന്റെ ഈ മാല എനിക്ക് കൊടുക്കാൻ പറ്റില്ല, അയാൾക്ക് വിഷമായി. ആ വിഷമമാണ് എനിക്ക്. മറ്റേതാവുമ്പോ എന്തായി? സ്വാർത്ഥത വന്നു. എന്റെ വിഷമം വന്നു. എന്റെ വിഷമമല്ല, ഭഗവാന്റെ വിഷമമാണ് എന്റെ വിഷമം എന്ന് തോന്നി. അതുകൊണ്ട് ഭഗവാൻ കാണിച്ചു കൊടുത്തു, ഇവിടെ മാത്രമല്ല ഞാൻ എല്ലായിടത്തും ഉണ്ട്. ഞാൻ പൊതുവിൽ ഇതിന്റെ പുരാണത്തിലില്ലാത്ത കഥകളാണ് കേട്ടോ എപ്പോഴേ പറയാം. നാളെ മുതൽ എന്നെ ചന്ദ്രഹാസം ഇറക്കിക്കൊണ്ട് വരുന്നത്. ഇതേ മാലയുമായി തിരിച്ചു പോകുന്ന മഞ്ജുള ഈ മഹാത്മാവ് പറഞ്ഞത്ര മോളെ ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഫോട്ടോ ഇട്ടോ, ഫോട്ടോ ഇട്ടാലും ഭഗവാൻ സ്വീകരിക്കും. മഞ്ജുള ഈ മാലയുമായി നടന്നു നീങ്ങുന്ന സമയത്ത് അവിടെ ഒരു നാടോടി ബാലനെ കണ്ടു എന്നാണ്. വളരെയധികം ശോഷിച്ച ശരീരമുള്ള, ഒട്ടും വൃത്തിയില്ലാത്ത, എത്രയോ ദിവസമായി കണ്ടാൽ കുളിച്ചെന്ന് തോന്നുന്ന അങ്ങനെ ഒരു കുട്ടി. ഈ കുട്ടി ഇരുന്ന് കരയ വഴിവക്കിൽ ഇരുന്നത്, നല്ല കരച്ചിൽ. മഞ്ജുളയ്ക്ക് കയ്യിലൊന്നുമില്ല, കളിപ്പാട്ടങ്ങളൊന്നുമില്ല കൊടുക്കാൻ. മാല എടുത്ത് ആ കുട്ടിയുടെ കഴുത്തിലിട്ടു. മോനെ ഒന്ന് നീ എടുത്തോ, ഞാനിത് ഭഗവാൻ കൊണ്ടെന്നാണ്. പറയൂ, നിങ്ങൾ മുഖമൊരു ഇത്രയധികം ഭഗവാനെ സ്വീകരിക്കുന്ന സ്നേഹിക്കുന്ന ആൾക്കാരല്ലേ? എത്ര പേര് പറയുന്നു പിറ്റേന്ന് രാവിലെ നിർമ്മാല്യത്തിന് നട തുറക്കുമ്പോ ഭഗവാന്റെ കഴുത്തിൽ ആ മാല ഉണ്ടാവുന്നു? ഒന്ന് കൈപൊക്കൂ. ആരുമില്ലേ? കുറച്ച് പേരുണ്ട്. തീർച്ചയാണല്ലോ.
കാണുന്ന എല്ലാത്തിലും ഭഗവാനെ കാണണം എന്നുള്ളതാണ് മഞ്ജുളയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. അതാണ് എഴുത്തച്ഛൻ ഹരിനാമ കീർത്തനത്തിൽ വൃത്തിയായിട്ട് എഴുതി വെച്ചത്. യാതൊന്നു കാണുന്നതത് നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതത് നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതത് നാരായണ അർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ. എല്ലാം ഭഗവാനാണ് എന്ന് ഭഗവാൻ മഞ്ജുളയെ കൊണ്ട് നമ്മളെ പഠിപ്പിച്ചു. പൂന്താനത്തിൽ നിന്ന് വിഷമങ്ങൾ എങ്ങനെ ഭഗവാൻ സമർപ്പിക്കണമെന്ന് പഠിപ്പിച്ചു. സുധാമാവിനെ കൊണ്ട് ആഗ്രഹങ്ങൾ ചോദിക്കാതെ എങ്ങനെ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കണം എന്ന് പഠിപ്പിച്ചു. മഞ്ജുളയെ കൊണ്ട് എല്ലായിടത്തും ഞാനുണ്ട് എന്ന് പഠിപ്പിച്ചു. ഇനിയും നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ. ഈ പലപ്പോഴും എന്നെ വന്ന് കണ്ട് സംസാരിക്കാൻ വരുന്ന ഏറ്റവും കൂടുതൽ ഒരു വിഭാഗമാണ് ഈ പ്രായമായ മുത്തശ്ശന്മാർ. പല ആളുകളും ഫ്ലാറ്റിനുള്ളിൽ ഫ്ലാറ്റ് ആയിരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് പുറത്തു പോകാനൊന്നുമില്ല. അവരാകെ ആശ്രയം എന്ന് പറയുന്നത് അടുത്തുള്ള അമ്പലമാണ്. മക്കളൊന്നും കൂടെ ഇല്ല, പേരക്കുട്ടികൾ കൂടെ ഇല്ല. അവരുടെ ആകെയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് ഓരോ ദിവസവും ഉറക്കെ എഴുന്നേക്കുന്നവരോട് പറയുന്നത് വെക്കേഷൻ ആയിരുന്നെങ്കിൽ, അവധിക്കാലായിരുന്നെങ്കിൽ പേരക്കുട്ടികൾ വന്നേനെ, ഈ ഒറ്റപ്പെടലൊന്ന് മാറി കിട്ടിയെന്ന് പറയുന്ന എത്രയോ അമ്മമാരെ എനിക്കറിയാം. വാർദ്ധക്യ സമയത്ത് ഒറ്റപ്പെടുക എന്ന് പറയുന്നത് എത്ര വേദനയാണെന്നുള്ളത് അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ പ്രിയപ്പെട്ടവരെ. ആ വേദന ഉണ്ടായിട്ടും ചെറുപ്പത്തിൽ ഭർത്താവ് മരിച്ചു പോകുന്നു, ഒരു മകനോ മോളോ ഉണ്ടായില്ല, ഒപ്പുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഉപേക്ഷിച്ച് പോയി, ഒരു നാലുകെട്ടിൽ പാവൊരു അമ്മ ഒറ്റയ്ക്കായ സമയത്ത് ആ അമ്മയ്ക്ക് ഒരു കൂട്ട് കിട്ടി, ഒരു ഉണ്ണി. ആ ഉണ്ണി ആ അമ്മയ്ക്ക് പൂ പറിച്ചു കൊടുക്കുന്നു, മാല കെട്ടി കൊടുക്കുന്നു, പാൽപ്പായസം ഉണ്ടാക്കി കൊടുക്കുന്നു, അപ്പം ഉണ്ടാക്കി കൊടുക്കുന്നു, അമ്മയുടെ പുറകെ നടക്കുന്നു. അമ്മ കാര്യമായിട്ട് ഈ മാലയൊക്കെ ചാർത്തി ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തിൽ ചാർത്തി പൂവൊക്കെ എടുത്ത് ഓം അച്യുതായ നമ, ഓം അനന്തായ നമ, ഓം കേശവായ നമ എന്നൊക്കെ പറഞ്ഞ് പൂജിക്കുമ്പോ ഈ കുട്ടി അടുത്ത് നിന്ന് പറയുന്നേ, എന്തിനാണ് അമ്മ ഈ നല്ല മാല ഈ കല്ലിന്റെ മുകളിലിട്ടിട്ട് കേടാക്കണത്? എനിക്ക് തന്നൂടെ? ഞാൻ ഇതിട്ട് കഴിഞ്ഞാൽ എന്ത് ഭംഗിയുണ്ടാവും കാണാൻ? എനിക്ക് തന്നൂടെ? ഈ പൂക്കളൊക്കെ എന്റെ മേത്തേക്ക് ഇട്ടൂടെ? എനിക്ക് ഒത്തിരി സ്മെല്ലൊക്കെ കിട്ടുമായിരുന്നു. ചോദിക്കും ഭഗവാൻ. കുട്ടിയാണെന്ന് അറിയുള്ളൂ, ഭഗവാനാണെന്ന് അറിയില്ല. നോക്കൂ, ഭഗവാൻ വേലക്കാരനായിട്ട് നിങ്ങളുടെ പുറകെ നടക്കും. എന്തെങ്കിലും വേണം, ഈ ചില ആൾക്കാരുണ്ടല്ലോ, എന്തെങ്കിലും വേണോ ചോദിച്ചാൽ നൽകാൻ. അതുപോലെ നമ്മളെ പുറകെ ഭഗവാൻ ഇങ്ങനെ കുട്ടിയായിട്ട് ഉണ്ണിയായിട്ട് നടക്കും. എപ്പോ മാത്രം, വീണ്ടും പറയുന്നു, നിഷ്കാമമായിട്ട് ഭഗവാനെ ഭജിക്കുക. എപ്പോഴും ഭഗവാനെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുക. അങ്ങനെ കൊണ്ടു നടക്കുമ്പോ വേദനകളൊക്കെ ഭഗവാൻ ആ മനോഹരമായിട്ടുള്ള ഒറ്റ ചിരി കൊണ്ട് മാറ്റുന്നു. ആ ഒരു ചിരി കൊണ്ട് മായാത്തതായിട്ടുള്ള വിഷമങ്ങൾ എന്താണ് നമ്മുടെ ഈ സാത്വികമായിട്ടുള്ള ജീവിതത്തിലുള്ളത്? താൽക്കാലികമായിട്ടുള്ള ഒരു ലഹരിക്ക് പുറകെ പോകുന്ന കുട്ടികൾക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം, ഇങ്ങനെ ഒരു ഭഗവാനുണ്ട് മുഖൂര്. ആ ഭഗവാനെ ആശ്രയിച്ചാൽ താൽക്കാലികമായിട്ടുള്ള പരിപാടിയല്ല, പെർമനന്റ് സൊല്യൂഷൻ. എപ്പോഴും ആ വിഷമം അടിയോടെ പിഴുതരുന്ന രീതിയിലേക്ക് അത് മാറും എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന്റെ കൂടെ ഏറ്റവും അധികം, അത് പ്രായമായ ആളുകളാണെങ്കിലും ശരി, ചെറുപ്പക്കാരാണെങ്കിലും ശരി, കുട്ടികളാണെങ്കിലും ശരി, ഭഗവാന്റെ ഭക്തർക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ക്വാളിറ്റി. ഇത്ര നേരം ഞാൻ പറഞ്ഞു മൊത്തം ഭഗവാന്റെ ഭക്തർക്ക് ഉണ്ടാവണം. തുറന്ന മനസ്സോടുകൂടി ചിന്തിക്കണം, എല്ലാം പോസിറ്റീവായിട്ട് എടുക്കണം, എല്ലാം ചോദിക്കാൻ നിൽക്കരുത്, ചോദിക്കാതെ തന്നെ കിട്ടുന്നൊക്കെയാണ്. പക്ഷെ ഈ ഒരു ക്വാളിറ്റി ഉണ്ടാവരുത്. നിങ്ങൾ ശ്രീകൃഷ്ണ ഭക്തന്മാരാണെങ്കിൽ, ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്കൊരു കാലത്തും തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യൻ ചെറുതാണെന്നും ഞാൻ എന്തോ വലിയ സംഭവമാണെന്നും തോന്നരുത്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ സർട്ടിഫിക്കറ്റിന്റെ താഴെ ഒപ്പ് കിട്ടില്ല. സിമ്പിളാണ്. ഒപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനും ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഭഗവാന്റെ മക്കളാണ് എന്നുള്ള ചിന്ത വേണം. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ ഏറ്റവും അടുത്ത ആൾക്കാരാണെന്ന് പറയുന്ന ആൾക്കാർക്കാണ് ഈ ചിന്ത ഒട്ടും ഇല്ലാത്തത്. ഭഗവാന്റെ സ്വന്തമാണെന്ന് പറയുന്ന ആൾക്കാർക്കാണ് തൊട്ടപ്പുറത്തേക്കനെ കാണുമ്പോൾ മാറി നിൽക്കണമെന്ന് പറയുന്നത്. ഒരു മഹാത്മാവ് ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം വാതരോഗമായിട്ട് ഗുരുവായൂർ വന്നു എന്നാണ്. ഗുരുവായൂർ വന്ന അദ്ദേഹത്തിന് എങ്ങനെയാണ് വാതരോഗം മാറ്റുന്നതെന്ന് അറിയില്ല. ഞാൻ ഇന്നത്തെ ഈ കാലത്തെ കുട്ടികളുടെ പല ആൾക്കാരുടെ സ്വഭാവവിശേഷമായിട്ട് പല സ്ഥലത്ത് തമാശയ്ക്ക് പറയാറുണ്ട്. അദ്ദേഹം മേൽപ്പത്തൂർ ഇവിടെ വന്ന് ഗുരുവായൂർ വന്ന് എങ്ങനെയാണ് വാതരോഗം മാറ്റേണ്ടത് എന്നുള്ളത് അറിയാൻ വേണ്ടി എഴുത്തച്ഛന്റെ അടുത്തേക്ക് ശിഷ്യന്മാരെ വിട്ടു എന്നാണ്. അപ്പൊ അവര് കാര്യമായിട്ട് കുളിച്ച് കുറികൾ തൊട്ട് പോയി. അദ്ദേഹം എന്തോ ഉമ്മർന്ന് ചാരി കടന്ന് എന്തൊക്കെയോ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പോയി ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത്?
അദ്ദേഹം പറഞ്ഞു മീൻ തൊട്ട് കൂട്ടുക. ബ്രാഹ്മണനായിട്ടുള്ള ഭട്ടതിരി ആയിട്ടുള്ള എന്റെ ആചാര്യനോട് മീൻ തൊട്ട് കൂട്ടാനൊക്കെ തനിക്ക് പറയാൻ തോന്നിയല്ലോ എന്ന് പറഞ്ഞ് അവർ തിരിച്ചുപോയി. അതുകൊണ്ട് വേറെ ഒന്നും ചെയ്തില്ല അദ്ദേഹത്തെ. നേരെ പോയി ഗുരുനാഥനോട് പറഞ്ഞു, ആ മനുഷ്യൻ ഇങ്ങനെയാണ് പറയുന്നത്, അങ്ങ് പരമസാത്വികൻ ബ്രാഹ്മണൻ, അങ്ങയോട് മീൻ കൂട്ടാൻ അയാൾ പറഞ്ഞു. ചിരിച്ചുകൊണ്ട് മേൽപ്പത്തൂര് പറഞ്ഞു, എന്ത് മത്സ്യം തൊട്ട് കൂട്ടാനാണ് പറഞ്ഞത്, മത്സ്യാവതാരം തൊട്ട് എഴുതാൻ. നിങ്ങൾ ആലോചിച്ചു, ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലാണ് മേൽപ്പത്തൂരിന്റെ ശിഷ്യന്മാരുണ്ടായിരുന്നെങ്കിൽ എന്താവും അവസ്ഥ? അവര് പോവും എഴുത്തച്ഛനടുത്തേക്ക്, എന്താ വേണ്ടത്, മീൻ തൊട്ട് കൂട്ടിയാൽ മതി, ഓക്കെ. നേരെ പോകുന്നു കോവളത്തേക്ക്, പറ്റി 2 എടുക്കുന്നു. ഇതാ ഗുരുനാഥ മൂപ്പര് പറഞ്ഞ സാധനം. എന്തിൽ നിന്നും എടുക്കേണ്ടത് മാത്രം എടുക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ഭക്തർക്ക് ഉണ്ടാവേണ്ട വലിയൊരു സവിശേഷത. ഭാഗവതം പറയുന്നു, ഭാഗവതം കേൾക്കേണ്ടത് ആരാണെന്ന് അറിയോ? പരമഹംസന്മാരാണെന്ന് പറയാം. പരമഹംസന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹംസത്തിന്റെ സ്വഭാവമുള്ള ആൾക്കാർ. വ്യാസൻ ഇതിൽ സയൻസ് ഉണ്ടോ? ഇല്ല, ഞാൻ ഇപ്പോഴേ പറയാം. ഇത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നൊന്നുമല്ല, ഭാഗവതത്തിൽ പറയുന്നതാണ്. ഹംസത്തിന് പാലും വെള്ളവും ചേർന്ന മിശ്രിതം നിങ്ങൾ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ഹംസം അതിൽ നിന്ന് പാല് മാത്രം വേർതിരിച്ച് കുടിക്കത്ര. വെള്ളം ആ ക്ലാസ് തന്നെ ഉണ്ടാവും, തൊട്ട് നോക്കില്ല. എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ എന്ത് കേൾക്കുമ്പോഴും അതിൽ നിന്ന് എടുക്കേണ്ടത് മാത്രം എടുക്കുക, ബാക്കി അവിടെ തന്നെ ഇട്ടേക്കുക. നമ്മൾ ഇന്ന് ചെയ്യുന്നത്, ഞാൻ ഉൾപ്പെടെ, ഒന്നും കൂടെ അത് കലക്കി കുടിക്കുക. ഇങ്ങനെ കുടിക്കുന്നത് കൊണ്ടാണ് ഭഗവാൻ എന്തുകൊണ്ട് ഗോപികമാരുടെ വസ്ത്രം കൊണ്ട് ആരുടെ മോള് കൊണ്ടിട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരമില്ലാത്തത്. ഇങ്ങനെ കുടിക്കുന്നതുകൊണ്ടാണ് ഭഗവാൻ എന്തുകൊണ്ട് കർണനെ കൊന്നു അർജുനെ വെച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഉത്തരമില്ലാത്തത്. കാരണം നമുക്ക് ഇതിന്ന് എടുക്കേണ്ടത് നമ്മൾ എടുത്തിട്ടില്ല. തൊലിപ്പുറത്തെ ചികിത്സ മാത്രം നടത്തിയിട്ട് കാര്യമില്ല, അകത്തേക്ക് പോകണം മരുന്ന്. അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക. എന്ത് കേൾക്കുമ്പോൾ അതിൽ നിന്ന് എന്താണോ എടുക്കേണ്ടത് അത് മാത്രം എടുക്കാൻ പരിശ്രമിച്ചേ പറ്റൂ. എങ്ങനെ? അഹന്ത ഇല്ലാതെ, അഹങ്കാരമില്ലാതെ. എനിക്കിതൊക്കെ അറിയാം, അങ്ങനെ ചിന്തിച്ചാലും പ്രശ്നമാണ്. ചില അമ്മമാരെ കണ്ട്, ഞാൻ വളരെ ഇവിടെ അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇല്ല കേട്ടോ, ഞാൻ പൊതുവെ പുറത്തുള്ള സ്ഥലങ്ങളിലുള്ള ഉദാഹരണമാണ് പറയുന്നത്. ഒരു നാരായണീയം അമ്പലത്തിൽ പാരായണം നടക്കണമെന്ന് വിചാരിക്കുക. കുറെ വർഷങ്ങളായിട്ട് നാരായണീയം ചൊല്ലുന്ന അമ്മമാരുണ്ടാവും. സ്വാഭാവികമായിട്ട് അവർക്ക് സ്പീഡിൽ ചൊല്ലാൻ പറ്റും, കോമൺ പ്രാക്ടീസ്. അവർക്ക് സ്പീഡിൽ ചൊല്ലാം. അവരത് എടുത്തിട്ട് ഒരു സൂപ്പർ ഫാസ്റ്റ് പോണ പോലെ വായിക്കും. ചിലപ്പോ ഇന്നലെ ഇങ്ങനൊരു പരിപാടി ഉണ്ട് എന്ന് വാട്സപ്പിൽ ഗ്രൂപ്പിൽ കണ്ട ഒരു അമ്മ അതിന് വന്നിട്ടുണ്ടാവും. ഈ നാരായണ യജ്ഞത്തിന് അമ്മ 1ാമത്തെ അധ്യായം വായിക്കുന്ന 1ാമത്തെ ദശകം വായിക്കുമ്പോഴേക്കും ചേച്ചിമാര് 10 ദശകം കഴിഞ്ഞിട്ടുണ്ടാവും. അതിന്റെ ഇടയിൽ 10 ദശകം വായിച്ച് തീർക്കുന്നതിൽ പ്രശ്നമില്ല, ചോദിക്കും എവിടെ എത്തി, 1ാമത് എത്തിയിട്ടാണ് ഇത്ര നേരമായിട്ട്. എന്താണ് അതുകൊണ്ട് കാര്യം? എങ്ങനെ എത്തി ഈ 10 ദശകം എന്ന് ആലോചിച്ചത്? നമ്മുടെ ക്രെഡിറ്റ് കൊണ്ടാണോ? നമ്മുടെ കഴിവുകൊണ്ടാണോ? ആ ഭഗവാൻ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഓരോ അക്ഷരങ്ങളെയും ആഴത്തിൽ ഇറക്കിയത് കൊണ്ട് നമുക്ക് അങ്ങനെ ചൊല്ലാൻ സാധിച്ചു. ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ സാധിക്കും? നിങ്ങൾ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഭഗവാന്റെ ഒരു ഭക്തയെ അപമാനിക്കുന്നതാണ്. ഇതേ കാര്യം വിശ്വശാസ്ത്രത്തിൽ കാണാം. ഓ വിശ്വനക്ഷത്കാരം പ്രഭു എങ്ങടാ ഓടുന്നു? ഒപ്പം ഒരാളുണ്ടെങ്കിൽ അയാളെ കൂടി ഒപ്പം കൊണ്ടുപോകാൻ ശ്രമിക്കുക. നമ്മുടെ അറിവ് പ്രദർശിപ്പിക്കാനുള്ള കേന്ദ്രമാവരുത് ക്ഷേത്രം, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കേന്ദ്രമാണ്. ഈ അഹങ്കാരം മേൽപ്പത്തൂരിൽ വെച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. സന്താന ഗോപാലൻ പാല എഴുതിയ പാവം പൂന്താനം കൊണ്ടുപോയി കൊടുത്തു. ഗുരുവായൂരപ്പന്റെ അടുത്ത ആളല്ലേ, തെറ്റിതിരുത്തി തരുമല്ലോ. ഗ്രന്ഥം വായിച്ച് 1ാമത്തെ പേജ് തുറന്ന് മലയാള അക്ഷരങ്ങളെ കണ്ടത്, അങ്ങനെ എടുത്ത് എറിഞ്ഞു കൊടുത്തു. ഭാഷാ ഗ്രന്ഥം തിരുത്താൻ എന്നെ പോലെ ഒരാളെ സമീപിക്കുന്നു. ഞാൻ ആരാണെന്ന് അറിയൂ? ഞാൻ നാരായണീയം എഴുതിയ ആളാണ്, സംസ്കൃത പണ്ഡിതനാണ്, വ്യാകരണത്തിൽ ഏറ്റവും അറിവുള്ള ആളാണ്. ഈ മലയാളം ബുക്കൊക്കെ തിരുത്താൻ വേറെ ആൾക്കാരെ തന്നെ കൊടുക്കണം. എന്റെ പണി ഇതല്ല എന്ന് പറഞ്ഞ അവിടെ പോയി. ആരൊക്കെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരാളുണ്ടല്ലോ, ആരൊക്കെ തള്ളി പറഞ്ഞാലും തള്ളി പറയാത്ത ഒരാളുണ്ട് നമുക്ക്. ആ വിശ്വാസമാണ് ഒരു ജീവിതം ഇനി മുന്നോട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ബ്ലേഡ് തരയാൻ പോകുന്ന കുട്ടികൾ, വലിയ ഷോള് തരയാൻ പോകുന്ന കുട്ടികൾ, മുണ്ട് തരയാൻ പോകുന്ന കുട്ടികൾക്ക് ഇല്ലാത്തത്. എനിക്ക് ആരുണ്ട് എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ അവർക്ക് ഉത്തരമില്ല. അപ്പോ കയ്യിലെടുത്ത് വരഞ്ഞു. എനിക്ക് ഭഗവാൻ ഉണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിലോ വരയില്ല.
എന്ത് സംഭവിച്ചാലും എനിക്ക് എന്റെ ഭഗവാൻ ഉണ്ട് എന്നുള്ള ഉറപ്പ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ചെറുപ്പത്തിലെ നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം. പൂന്താനം ഇതേ ചെയ്തുള്ളൂ. മേൽപ്പത്തൂർ തള്ളി പറഞ്ഞു, അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു അന്ന് ഇരിക്കുന്നത് ചെയ്തു. നേരെ ഭഗവാനെ നടക്കിൽ കൊണ്ടേ വെച്ചു. അവിടെ നിന്നല്ലാതെ എനിക്ക് ആരാണുള്ളത്? അങ്ങയുടെ ഏറ്റവും അടുത്ത ആള് എന്ന് കരുതിയിട്ടാണ് ഞാൻ അയാളോട് പോയി ചോദിച്ചത്. അദ്ദേഹത്തിന് ഇത് നോക്കാൻ സമയമില്ല എന്നാണ് പറയുന്നത്. അങ്ങ് സമയം പോലെ നോക്കിയിട്ട് ഭഗവാനോടാ പറഞ്ഞത്. പോണ പോക്കില് ഗ്രന്ഥമൊക്കെ എടുത്ത് വലിയ എഴുത്തായിരുന്നു മേൽപ്പത്തൂര്. പതുക്കെ പതുക്കെ കൈ വരയ്ക്കാൻ തുടങ്ങി, കാല് വരയ്ക്കാൻ തുടങ്ങി, ശരീരം മുഖം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വളയാൻ തുടങ്ങി. പോയ വാതരോഗം തിരിച്ച് അതേ സ്പീഡിൽ വന്നു. ഭഗവാൻ കാല് മാത്രം തളർത്തിയില്ല, കാരണം പൂന്താനത്തിന്റെ അടുത്തേക്ക് ഓടിപ്പോകാനുള്ള കപ്പാസിറ്റി കൊടുക്കണം. ബാക്കിയൊക്കെ പോയി ഓടി അമ്പലത്തിലേക്ക്. അങ്ങ് മാറ്റിയ വാതരോഗം അങ്ങ് തന്നെ മാറ്റി. ഇത്ര എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ച് പുസ്തകം എഴുതിപ്പിച്ച് ആളുകളെ കൊണ്ട് മൊത്തം നമസ്കരിപ്പിച്ച് എന്നെ ഇത്ര വലിയവനാക്കി അങ്ങ് തന്നെ മൊത്തം തിരിച്ചെടുക്കുന്നു. ഗുരുവായൂരപ്പ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്യുന്നത് ശ്രീലകത്തേക്ക് നോക്കി ചോദിക്കാനുള്ള ബോധ്യം മേൽപ്പത്തൂരിനുണ്ടായിരുന്നതാണ്. ഭഗവാൻ എന്താ പറഞ്ഞേ? നമ്മൾ ഓരോരുത്തരോടും ഭഗവാൻ ഇന്നും ഇതാണ് പറയുന്നത്. മേൽപ്പത്തൂരിന്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിന്റെ ഭക്തിയാണ് എനിക്കിഷ്ടം. നമ്മുടെ കുറെ കാട്ടിക്കൂട്ടലൊന്നും ഹി നെവർ മൈൻഡ്സ് ഒന്നും കാര്യമില്ല. ഒന്നും കാണിക്കാതെ ഭഗവാനെ ആശ്രയിക്കാൻ സാധിക്കും. ഉള്ളിൽ നിന്ന് വരുന്നതാണെങ്കിൽ പോട്ടെ. നമ്മൾ ഇന്ന് എക്സ്പ്രസീവ് ഭക്തിയിലാണ്. കാണിച്ചാലേ ആളുകൾ ഞാൻ ഭക്തനാണെന്ന് കരുതുള്ളൂ എന്നാണ്. എന്തിനാണ് ഇതിന്റെ ആവശ്യം? ഭഗവാൻ കണ്ടാ പോരെ. പലപ്പോഴും ഗുരുവായൂർ പോയിട്ട് പല അമ്മമാരും പറയാറുണ്ട്, ഒന്നും കാണാൻ പറ്റില്ല വ്യാസൻ, ഒരു മിനിറ്റ് പോലും നിൽക്കാൻ പറ്റില്ല. ഒരു മിനിറ്റ് അല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല അമ്മയെന്ന് ഞാൻ പറയും. അല്ല, ഒരു സെക്കൻഡ് നിൽക്കാൻ പറ്റില്ല, അപ്പൊ മാറ്റി. ഒന്നും കണ്ടില്ല. ചില ആൾക്കാർ പാവ ഈ പന്തിരടി പോയ സമയത്തൊക്കെ പോകും. അപ്പൊ അലങ്കാരം ഒന്നും ഉണ്ടാവില്ല, ആകെ ഒരു വിളക്കേ ഉണ്ടാവുള്ളൂ. എന്തോ ഒരു രൂപം, അത്രേ കണ്ടുള്ളൂ. ചില ആൾക്കാർ പറയും നമുക്ക് ഉത്സവ സമയത്ത് കാണാൻ പറ്റുന്നില്ലല്ലോ, ഏകാദശിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, അഷ്ടമി രോഹിണിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. നമ്മളൊക്കെ ഏത് പെർസ്പെക്റ്റീവിൽ, ഏത് വീക്ഷണകോണിലാണ് കാണുന്നത്? നമ്മൾ ഭഗവാനെ കാണുന്നുണ്ടോന്നാണ്. അതുകൊണ്ട് എന്താണ് കാര്യം? ഭഗവാൻ നമ്മളെ കാണുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ 6 മണിക്കൂർ ക്യൂ നിൽക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ 6 മണിക്കൂർ ക്യൂ നിൽക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ എനിക്ക് ഗുരുവായൂർ പരിചയമുള്ളതുകൊണ്ട് ഞാൻ കൊടിമരത്തിന്റെ മുമ്പിൽ കൂടെ പോയിട്ട് ഭഗവാന്റെ മുമ്പിൽ നിൽക്കും. ഭഗവാൻ ചിലപ്പോൾ പുറകേക്ക് തിരിഞ്ഞിരിക്കും. അങ്ങനെ തന്നെ കാണണ്ട. ഭഗവാൻ എന്നെ കണ്ടിട്ടില്ല, പിന്നെ എത്ര മുമ്പ് പോയിട്ട് എന്താണ് കാര്യം? പക്ഷെ ഈ ഉന്തി വിടുന്ന വിടലില് ഒരമ്മ അകത്തേക്ക് നോക്കുമ്പോ എന്തോ ഒരു വെളിച്ചം കാണും അല്ലെ? ഒരു കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ തള്ളുന്ന സമയത്ത് അകത്തേക്ക് നോക്കും, ഒരു ബ്ലിങ്ക്, ഒരു തിളക്കൊക്കെ കാണുന്നുണ്ടാവും. പക്ഷെ ആ അമ്മ ആര് കണ്ടിട്ടുണ്ടാവും? ഗുരുവായൂർ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ കാണിപ്പിക്കാനല്ല നമ്മൾ പോകുന്നത്, നമ്മളെ ഭഗവാൻ കാണാനാണ്. നമ്മളെ ഭഗവാൻ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ അത്രയധികം ഇഷ്ടമാണ് ആ ഭാവത്തിന്. ഞാൻ എല്ലാവർക്കും പറയാറുണ്ട്, ഓരോ ദിവസം ഉച്ചയ്ക്ക് ഓരോരോ രൂപ. എന്തിന്? ഭഗവാൻ ഒറ്റ രൂപത്തിൽ നിന്നാ പോരെ, ഒറ്റ രൂപത്തിൽ നിന്നാ പോരെ. എല്ലാ ദിവസവും 2 കാല് പടച്ചു വെച്ച് ഒരു ഓടക്കൊല്ലം പിടിച്ച് ഇങ്ങനെ നിൽക്കുക. എന്തിനാ ഓരോ ദിവസം ഓരോ രൂപം? എന്റെ പാവപ്പെട്ട ഭക്തർ, എന്റെ പ്രിയപ്പെട്ട അമ്മമാർ, ചേച്ചിമാർ, അനിയത്തിമാർ, കുട്ടികൾ, അവർ വന്ന് എന്നെ കാണുമ്പോൾ അവരുടെ മനസ്സിലുള്ള വിഷമം ഒരു സെക്കൻഡെങ്കിലും മാറാൻ എന്റെ ഈ രൂപത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേഷം കെട്ടാനും ഞാൻ തയ്യാറാണെന്ന് പറയുന്ന ആളാണ് അകത്തിരിക്കുന്നതും ഗുരുവായൂരിക്കുന്നതും. എന്ത് വേഷം കിട്ടും പാവം. ഒന്ന് അങ്ങോട്ട് തിരിക്കൂ ഇങ്ങോട്ട് തിരിക്കൂ, നേരെ പോകുന്നു പറയുന്ന സമയത്ത് ശരി അർജുന എന്ന് പറഞ്ഞ് കുതിരയുടെ പുറകെ ഇങ്ങനെ ഓടിയ ആളാണ്. എന്ത് വന്നാലും ചെയ്യും. പക്ഷെ എന്ത് വേണം? ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ക്വാളിറ്റി പോരുത്, അഹന്ത പാടില്ല. പത്മനാഭോ മരപ്രഭു എന്ന് പറഞ്ഞപ്പോ എന്ത് വിഡിത്താണ് പറയുന്നത്? പത്മനാഭോ അമരപ്രഭു എന്നാണ് തിരുത്തി. മരപ്രഭുവും അമരപ്രഭുവും ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. എപ്പോഴും ഭഗവാൻ ശീലിപ്പിക്കുന്നത് എന്താണ്? താഴെ നിൽക്കുക. നമ്മൾ ഈ നാടൻ ഭാഷയിൽ പലകടക്കെ പറയും നിലത്ത് നിൽക്കുന്നു പറയും. പൊങ്ങിപ്പോവല്ലേ? ഭഗവാന്റെ ഭക്തർ എപ്പോഴും നിൽക്കേണ്ടത് എവിടെയാണ്? നിലത്ത് നിൽക്കണം. ഈ സാധനങ്ങളൊക്കെ വലിച്ചു കയറ്റി കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും? ചന്ദ്രനിലേക്ക് പോകും. ചില ആൾക്കാർ പറയും ഞാനിതാ പറക്കുന്നു. വലിക്കുന്നോണ്ടാണ്. അപ്പൊ എന്ത് ചെയ്യാം? വലിക്കാതിരിക്കുക, നിലത്ത് നിൽക്കുക. നിലത്ത് നിന്ന് ഭഗവാന്റെ ഭക്തരായി തീരാൻ വേണ്ടി ശ്രമിക്കുക. അതിനെന്ത് ചെയ്യണം? ഭഗവാന്റെ ഭക്തന്മാരെ പോലെ ആവാൻ ശ്രമിക്കുക. നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ ഭഗവാൻ തന്നെ കാണിച്ചു തരുന്നു. ഇനിയിപ്പോ വ്യാസൻ ഇതൊക്കെ മനുഷ്യർക്ക് മാത്രമാണോ പറ്റുള്ളൂ? അല്ല, ഏതൊരു ജീവജാലത്തിനും മനസ്സ് വിചാരിച്ചാൽ
ഭഗവാന്റെ കാൽക്കീഴിൽ കൊണ്ടുപോയി ഒരു താമരപ്പൂവിനെ കൊണ്ടുപോയി സമർപ്പിക്കാൻ പറ്റും, ഗജേന്ദ്രൻ ചെയ്തതുപോലെ. ഇന്നും എത്ര ഭക്തശിരോമണിമാർ ഗുരുവായൂർ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഗുരുവായൂർ പോകുമ്പോൾ ഏതൊക്കെ ഭക്തരെ സ്മരിച്ചില്ലെങ്കിലും ഒരാളെ സ്മരിക്കും. ആരെ? അയാളെ കാണാതെ നിങ്ങൾക്ക് ഭഗവാനെ കാണാൻ സാധിക്കില്ല. ഗുരുവായൂരപ്പന്റെ പരമദാസനായി ഭഗവാന്റെ സ്വർണ്ണക്കോലം എത്രയോ വർഷം എഴുന്നള്ളിച്ച സാക്ഷാൽ ഗുരുവായൂർ കേശവൻ. ഒരു മൃഗത്തിന് പോലും കൊടുക്കുന്ന പരിഗണന നോക്കും. എന്റെ കേശവൻ എന്നാണ് കാര്യം. ഈ ഗുരുവായൂരപ്പന്റെ ഒരു സ്വഭാവമാണത്. ഒരിക്കൽ നിങ്ങൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരെയും പിന്നെ ഭഗവാന്റെ ഫാമിലിയിൽ കൂട്ടും, കുടുംബാക്കും. ഇതെന്റെ കുടുംബം. പണ്ട് ഗുരുവായൂർ ഒരു മേൽശാന്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു മരുമകൻ ഉണ്ടായിരുന്നു, മാധവൻ നമ്പൂതിരി. മേൽശാന്തിന് അനന്തരവനായതുകൊണ്ട് സഹായിക്കാൻ വേണ്ടി ഗുരുവായൂർ വന്ന് നിന്നതാ. അദ്ദേഹം ഗുരുവായൂരപ്പനിൽ വിശ്വാസമില്ലാത്ത ആളായിരുന്നു, എത്തീസ്റ്റ് ആയിരുന്നു, നിരീശ്വരവാദി. അദ്ദേഹത്തിന് അമ്മാവന് വേണ്ട എല്ലാ സഹായങ്ങളും അദ്ദേഹം ചെയ്തു കൊടുക്കും. ചന്ദനം അരച്ചു കൊടുക്കും, വെള്ളം കോരി കൊടുക്കും, പായസം ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ ഒരു തവണ പോലും ഗുരുവായൂർ അമ്പലത്തിന് മുമ്പിൽ പോയി 2 കൈയും കൂപ്പി കൃഷ്ണ ഒന്നും വിളിക്കില്ല. പൈസ മാത്രം കിട്ടിയാൽ മതി ജോലിക്കുള്ളത്. അദ്ദേഹത്തിന് ഒരു സമയത്ത് കരശലായിട്ടുള്ള വയറുവേദന വന്നു എന്നാണ്. ഗുരുവായൂരുള്ള സകലമായ ഡോക്ടർമാരെയും കാണിച്ചു. ഞാനിത് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥയല്ല കേട്ടോ, ഒരു 50 വർഷം 60 വർഷം മുമ്പുള്ള കഥ. വലിയ വയറുവേദന വന്നു. ഒരു ഡോക്ടറെ ഇനി കാണിക്കാൻ ബാക്കിയില്ല തൃശ്ശൂർ ജില്ലയിലും ഗുരുവായൂരും. മേൽശാന്തിയായിട്ടുള്ള അമ്മാവനോട് പറഞ്ഞു, ഞാൻ പണി നിർത്തി പോവാണ്, എന്നെ കൊണ്ട് സാധിക്കില്ല. ഭയങ്കര കലശലായിട്ടുള്ള വയറുവേദന, ഇനി ഒരാളെയും കാണിക്കാനും ഇല്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ ജീവൻ പോകും, ഞാൻ ഇന്നത്തോടു കൂടി ഈ ജോലിയൊക്കെ മാറ്റി വെച്ച് പോവാണ്. അമ്മാവൻ ചോദിച്ചു, എല്ലാ ഡോക്ടർമാരെയും കാണിച്ചു, ഇനി ഒരാളെയും കാണിക്കാൻ ബാക്കിയില്ല. ഒരാൾ ബാക്കിയുണ്ട്. കൂടെ കൊണ്ടുപോയി എന്നാണ് കൈ പിടിച്ചത്. ശ്രീലകത്ത് കൊണ്ടുപോയി ആ സോപാനപ്പടിയുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തി പറഞ്ഞു, തൊഴു, വിളിക്ക് ഭഗവാനെ. ആദ്യമായിട്ട് ഭഗവാന്റെ വിഗ്രഹം കണ്ടു മാധവൻ നമ്പൂതിരി. 2 കൈയും കൂപ്പി ഗുരുവായൂരപ്പ എന്ന് വിളിച്ചു എന്നാണ്. ഈ ഭഗവാൻ ഒരു പ്രശ്നമുണ്ട്. ഭഗവാൻ ഇങ്ങനെ നോക്കാത്ത ആൾക്കാരെ ഭഗവാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു വട്ടം നോക്കി കഴിഞ്ഞാൽ ഒരു ഹുക്കിട്ട് പിടിക്കും, ഒരു കുളത്തിട്ട് ഭഗവാൻ ഇങ്ങനെ പിന്നെ പിടിച്ചിങ്ങനെ വലിക്കും. പിന്നെ അങ്ങോട്ട് പോകാൻ നമുക്ക് പറ്റില്ല. ചില നമ്മൾ ഈ പാടത്തുകൂടെ നടന്നു വരുമ്പോൾ ചില മുള്ളൊക്കെ നമ്മുടെ കാലിൽ പിടിച്ചിട്ട് പിന്നെ അത് വിടില്ല, അതിനെ കൊണ്ട് പോകണം, പിന്നെ അതേ നിർത്തിയുള്ളൂ. ഭഗവാൻ അങ്ങനെയാണ്. ഒരിക്കൽ നിങ്ങൾ നോക്കിയാൽ ആ നോട്ടത്തിൽ ഭഗവാൻ പിടിക്കും. പിന്നെ ആ പിടുത്തം പിടിക്കാൻ നമുക്ക് ജീവിതകാലം മുഴുവൻ സാധിക്കില്ല. അല്ലെങ്കിൽ അത്ര കണ്ട് ദുഷ്കർമ്മയായിരിക്കണം, അത്ര കണ്ട് പാവം ചെയ്ത ആളായിരിക്കണം. എന്തെങ്കിലും ഒരു ഓപ്ഷൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പിടിക്കും. ആ പിടുത്തത്തിന് വേണ്ടിയിട്ടുള്ള സമയം എത്രയും പെട്ടെന്നാക്കുന്നു അത്രയും നല്ലത്. കാലങ്ങൾ കഴിഞ്ഞിട്ട് പോകേണ്ട ആവശ്യമില്ല. പ്രഹ്ലാദൻ നോക്കൂ, 5 വയസ്സുണ്ടായിരുന്നുള്ളൂ. 5 വയസ്സായിരുന്ന പ്രഹ്ലാദൻ എപ്പോഴും സന്തോഷിച്ചിരിക്കുക. അത്രേ സ്കൂളിൽ പോയപ്പോ ചണ്ടാമക്കന്മാരുടെ പാഠശാലയിൽ അസുര കുട്ടികളെ ഒപ്പം നിന്ന് നോക്കുമ്പോൾ പ്രഹ്ലാദൻ വളരെയധികം സന്തോഷമായിട്ടിരിക്കുന്നു. ഒന്നും വലിച്ചു കയറ്റാതെ, ഒന്നും സേവിക്കാതെ വളരെയധികം ഹാപ്പി. ഈ കുട്ടികൾ ഇക്കണ്ട സാധനങ്ങളൊക്കെ വലിച്ചു കയറ്റിയാൽ അവർക്ക് 2 മണിക്കൂർ ബോധം ഉണ്ടാവില്ല. കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പ്രഹ്ലാദൻ അപ്പോഴും ഹാപ്പി. പ്രഹ്ലാദനോട് പോയി ചോദിച്ചതാണ്, താൻ എന്താണ് വലിക്കണത്? ഞങ്ങൾ വലിക്കുന്ന സാധനം 2 മണിക്കൂർ കഴിഞ്ഞ് അതിന്റെ എഫക്റ്റ് കഴിഞ്ഞു. ഇതെന്ത് സാധനം? ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള മരുന്ന്. ഇതെവിടെ കിട്ടും? ഇതങ്ങനെ പെട്ടെന്ന് കിട്ടുന്നതാണല്ലോ, കുറച്ച് ബുദ്ധിമുട്ടാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ. എങ്ങനെ കിട്ടുക? ഗുരുവായൂരപ്പനെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അതിപ്പോ പ്രയാസമല്ലേ? തനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ താൻ ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ടായി നാരായണ ചൊല്ലി പരിചയമുണ്ട്. ഞങ്ങൾക്ക് ഇപ്പൊ 5-6 വയസ്സായി. 5 വയസ്സായിട്ടുണ്ട് അപ്പുറം കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് 5-6 വയസ്സായി. ഞങ്ങൾക്ക് എങ്ങനെ കിട്ടും? നമുക്ക് ഓരോരുത്തർക്കും പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കും അസുര കുട്ടികൾക്ക് എങ്ങനെ ഗുരുവായൂരപ്പനെ കിട്ടും. നമുക്കൊക്കെ ആഗ്രഹമില്ലേ ഇങ്ങനെ കൊണ്ടു നടക്കണമെന്ന്, കണ്ണാന്ന് വിളിക്കുമ്പോൾ ഓടി വരണമെന്ന്, കല്യാണം നടത്തി തരണമെന്ന്, വീട് വെച്ച് തരണമെന്ന് ആഗ്രഹമില്ലേ? ഉണ്ട്. അപ്പൊ എന്ത് വേണം? ഗുരുവായൂരപ്പനെ കിട്ടാൻ 9 വഴികളുണ്ട് എന്നാ പറഞ്ഞു. 9 റൂട്ട്. ഈ 9 റൂട്ടിലൂടെ പോയാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തും. 9 വഴികളുണ്ട്. എല്ലാം ഒരു സ്ഥലത്തേക്കാണ്. ഭാഗവതത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ശ്ലോകം നവദാ ഭക്തി എന്ന് പറയും. ശ്രവണം കീർത്തനം വിഷ്ണു, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം, സഖ്യം ആത്മനിവേദനം. ആദ്യം വേണ്ടത് എന്താ പ്രിയപ്പെട്ട കൂട്ടുകാരെ? ശ്രവണം. ഭഗവാനെ കുറിച്ച് കേൾക്കൂ. കേട്ടാൽ നിങ്ങൾക്ക് ഭഗവാനെ കിട്ടും. എവിടെയെങ്കിലും കൃഷ്ണകഥകൾ, അത് ഭഗവാന്റെ കഥകൾ തന്നെ ആണെന്ന് തോന്നുന്നില്ല. മഹാദേവന്റെ കഥകളോ
ഭഗവതിയുടെ കഥകളോ സുബ്രഹ്മണ്യ സ്വാമിയുടെ കഥകളോ ഏതോ ആയിക്കൊള്ളട്ടെ, നല്ല ചിന്ത ഉണ്ടാകുന്ന കഥകളും അറിവുകളും ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അവിടെ പോയി കേൾക്കുക. ശ്രവണം ആണ് ഒന്നാമത്തെ പടി. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ശീലിപ്പിക്കേണ്ടതും ഇതായിരിക്കണം. എനിക്കറിയില്ല, ഭാഗവത സപ്താഹം എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്, എത്രത്തോളം കുട്ടികളുടെ പങ്കാളിത്തം ഉണ്ടാവും ഞാൻ കരുതുന്നു. ഈ ഒരു സദസ്സ് കാണുമ്പോൾ കുട്ടികളാണ് കൂടുതൽ കേൾക്കേണ്ടത്. നോക്കൂ, ഇവിടെ എത്ര എന്നെ കൊണ്ടുവരാൻ വന്ന ആളുകൾ, അത് കഴിഞ്ഞ് തൊഴിക്കാൻ വന്ന ആളുകളൊക്കെ ചെറുപ്പക്കാരാണ്. അവർക്ക് ഭഗവാനോടുള്ള സ്നേഹമാണ് എനിക്ക് കിട്ടുന്നത്. അതാണ് എന്നെ ഇവിടെ നിർത്തിയിട്ടുള്ളത്. അവരുടെയും എന്റെയും നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു പോയാലും ഈ ഭഗവാന്റെ മുമ്പിൽ ഈ ഉത്സവം നടക്കണ്ടേ, ഇതിലും ഭംഗിയായി നടക്കണ്ടേ. അപ്പോഴുള്ള സാഹചര്യം എന്താവും നമുക്കറിയോ? അപ്പൊ എന്ത് വേണം? നമ്മുടെ കുട്ടികളെ ഇവരെ പോലെ ആവുമെന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നല്ല മാതൃകൾ അവിടെയുള്ള ആൾക്കാർ, ബെസ്റ്റ് റോൾ മോഡൽസ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഭാരവാഹികളായിട്ട്. ഞാൻ ഇവിടെ നിന്ന് ഉറിയടി കാണുമ്പോൾ അവിടെ നിന്ന് ആരും പറയുമായിരുന്നു ആ ഉറി വലിക്കുന്നത് ഇവിടെ സെക്രട്ടറി ആണ്. ഞങ്ങളുടെ നാട്ടിലൊന്നും കണി കാണാൻ പറ്റില്ല കേട്ടോ ആ ഏർപ്പാടൊന്നും. ഞങ്ങളുടെ നാട്ടിലെ സെക്രട്ടറിമാരുണ്ടെന്നുണ്ടെങ്കിൽ അവര് ബാഡ്ജ് കുത്തി ഇങ്ങനെ നിൽക്കും, വലിക്കലില്ല. അതിന് വളണ്ടിയർ എന്ന് പറഞ്ഞിട്ട് വേറൊരു ബാഡ്ജ് ഉണ്ട്, വലിപ്പം കുറഞ്ഞ തിളക്കം കുറഞ്ഞ ബാഡ്ജുള്ള ആൾക്കാർ, അവര് ചെയ്യും. ഇവിടെ നോക്കൂ, എന്തിനും സന്നദ്ധരായിട്ടുള്ള ആൾക്കാർ എത്ര പേരാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഭാഗ്യശാലികളാണ്. ഇപ്പൊ എന്ത് വേണം? ചേട്ടന്റെയും ചേച്ചിയുടെ പേരെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ മാതൃസമിതി അമ്മമാരെ കാണിച്ചു കൊടുത്തിട്ട് ഒരമ്മയ്ക്ക് ഒരു കുട്ടി, ഒരു പെൺകുട്ടിയോട് പറയാൻ പറ്റണം, നീ രമണി ചേച്ചിയെ പോലെ ആവണം, ആ ഉറി വലിക്കണ രാഘവേട്ടനെ പോലെ ആവണം എന്ന് പറയാൻ നമുക്ക് പറ്റണം. കാരണം എന്താ? അങ്ങനെ അത്രത്തോളം തീക്ഷ്ണതയോടുകൂടി ഭഗവാനെ സ്നേഹിക്കാൻ പറ്റണം. എന്തെങ്കിലും പ്രതീക്ഷിച്ച അദ്ദേഹത്തിന് ആ 4 വട്ടം ഉരി വലിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടോ? അവിടുന്ന് 2 ഗ്ലാസ് പായസം കൊടുക്കൂ? ഇല്ലല്ലോ. സ്നേഹമാണ്. അതെന്തോ ആരോടുള്ള സ്നേഹം? ആ ഭഗവാനോടുള്ള സ്നേഹം. അത് ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അതൊക്കെ ചെയ്യണം. അതിലേറ്റവും ആദ്യത്തെയാണ് ഞാൻ പറഞ്ഞത്, ശ്രവണം. കേൾപ്പിക്കുക കുട്ടികളെ കൊണ്ട്. നമുക്കും ഇപ്പൊ നോക്കൂ, പല ആളുകളും എന്നോട് വന്ന് സംസാരിക്കുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ്? ശ്രവണമാണ്. കേൾക്കാൻ ഒരു അവസരം കിട്ടുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എന്റെ മഹത്വം എന്ത്? എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് പറയാനും കേൾക്കാനുള്ള അവസരം ഉണ്ടാവുന്നു. ശ്രവണത്തിലൂടെയാണ് ഭഗവാനിലേക്ക് ഏറ്റവും പെട്ടെന്ന് അടുക്കുക. അങ്ങനെ കേട്ട് 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 ഭഗവാനെ കിട്ടിയ ആളുണ്ട്. കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ആരാണ്? ഭാഗവതം കഴിഞ്ഞല്ലേ ഉള്ളൂ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രുക്മിണി സ്വയംവരം അല്ലെ? രുക്മിണിക്ക് ഭഗവാനെ കിട്ടിയത് എങ്ങനെയാ? ഭഗവാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്ത റീൽ കണ്ടിട്ടാണോ? സ്റ്റോറി കണ്ടു, വാട്സപ്പിലെ DP കണ്ടോ? കൃഷ്ണന്റെ മുഖം എങ്ങനെയെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? വിദർഭയിലേക്ക് വരുന്ന നാരദ മഹർഷിയിൽ നിന്ന് ഭഗവാന്റെ കഥകൾ കേട്ടു. കുട്ടിയായിരിക്കുമ്പോ തന്നെ കേട്ട് 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 രുക്മിണി കൃഷ്ണനെ കുറിച്ച് കേട്ട്, കൃഷ്ണനെ കുറിച്ച് കേട്ട് രുക്മിണി കൃഷ്ണനായി മാറി. അതുകൊണ്ടാണ് ശിശുപാലന്റെ ആലോചന വന്നപ്പോ എനിക്ക് ഗോപാലനെ മതി എന്ന് പറഞ്ഞത്. സിമ്പിളാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ആ തേരിലേക്ക് പിടിച്ചിങ്ങോട്ട് കയറ്റിയത്. നമ്മളാകുന്ന രുക്മിണിമാരെ ഭഗവാൻ വന്ന് തട്ടിക്കൊണ്ട് പോകണം. എപ്പോ മാത്രം? ഭഗവാനെ കുറിച്ച് കേട്ട് കേട്ട് ഭഗവാനായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. അതിനാണ് ശ്രവണം. അതിനൊക്കെയുള്ള അവസരമാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇപ്പൊ ഞാനിവിടെ വന്ന് ഈ സംസാരിക്കുന്നത് പോലും നിങ്ങൾ ചിലപ്പോൾ ഈ പ്രഭാഷണം കഴിഞ്ഞാൽ കൈയടിക്കുമായിരിക്കും. ഒന്നുകിൽ നിർത്താൻ വേണ്ടി അടിക്കും, അല്ലെങ്കിൽ നന്നായതിനു വേണ്ടി അടിക്കും. 2000 അടിക്കും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഒരാൾക്കെങ്കിലും തോന്നണം, നാളെ മുതൽ എനിക്ക് ഗുരുവായൂരപ്പനോടുള്ള ഭക്തിയിൽ 1% എങ്കിലും അളവ് കൂട്ടാൻ സാധിക്കും. ഒരു വ്യാഴാഴ്ചയെങ്കിലും മുടങ്ങാതെ ഞാൻ എന്റെ ഭഗവാന് ഒരു തുളസിയെങ്കിലും കൊടുക്കും. അധികമൊന്നും വേണ്ട. പത്രം പുഷ്പം ഫലം ധോ എന്ന ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു തുളസിയില വെച്ച് ഇത് എനിക്ക് എന്ന് പറഞ്ഞാൽ മതി. ഞാൻ തന്നെ അത് പല സ്ഥലത്തും പറഞ്ഞു, നിങ്ങളത് എത്ര പേര് കേട്ടിട്ടുണ്ടാവും എനിക്കറിയില്ല. ഗുരുവായൂരുണ്ടായ ഒരു തമാശയുള്ള കഥയാണ്. ഒരമ്മ ഭഗവാനെ കാണാൻ, ഞാൻ തന്നെ പണ്ട് എവിടെയോ പറഞ്ഞ ഒരു റീലും ഉണ്ടായിരുന്നു, വെറും കൈയോടുകൂടി ഗുരുവായൂർ പോകരുത് എന്ന്. ഒരു ഉണ്ണിയാണ് അകത്തിരിക്കുന്നത്, ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് എപ്പോഴും എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ വേണം ചെയ്യാനാണ് നിങ്ങൾ ഈ ഭഗവാനായിട്ട് കാണുന്ന ആൾക്കാരെ കുറിച്ച് നമുക്ക് അറിയുള്ളൂ. നമ്മൾ അതുകൊണ്ടാണ് ഭഗവാന് താമരപ്പൂ കൊടുക്കുന്നത്, തുളസിമാല കൊടുക്കുന്നത്, ഓടക്കോഴി കൊടുക്കുന്നത്, മയിൽപ്പീലി കൊടുക്കുന്നത്, മഞ്ഞപ്പട്ട് കൊടുക്കുന്നത്, ലിസ്റ്റ് ഉണ്ട്. വെണ്ണ കൊടുക്കുന്നത്, പാല് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സൗഭാഗ്യം ചെയ്തവരാണ് നിങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ ഗുരുവായൂർ പോകുമ്പോൾ ചില ആൾക്കാർ നിങ്ങൾക്ക് കാണാം, അവരുടെ കയ്യിൽ നിങ്ങൾക്ക് ഒന്നും കാണില്ല. ചിലപ്പോൾ അവരുടെ കയ്യിൽ ഒരു PP കാണും, ഒരു ബലൂൺ കാണും, ഒരു കാറ് കാണും. അവരത് ആ സോപാനപ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കും, ഇത് എന്റെ ഉണ്ണിക്ക്. ഭഗവാനായിട്ടല്ല കാണണേ, എന്റെ സ്വന്തം മോനായിട്ടാണ് കാണണേ. കുറൂരമ്മ അങ്ങനെ കണ്ടത് ഭഗവാനെ.
അതുകൊണ്ട് ആ ഭഗവാൻ പുറകിൽ നടന്നിങ്ങനെ അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് നടന്നത്. എന്നുവെച്ചാൽ നാളെ മുതൽ ഫ്ലൈറ്റും കാറും വാങ്ങി പോകണം എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്താലും ഭഗവാൻ സ്നേഹിക്കും. ഭഗവാൻ എന്തിനാണ് കുറെ ആലഭാരങ്ങൾ? പണ്ടൊരമ്മ ഇതേപോലെ വെറും കൈയോട് കൂടി പോകരുതെന്ന് കരുതി കുറച്ച് കുന്നിക്കുരു കൊണ്ടുപോയിന്നാണ്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പെറുക്കി, ഒന്നുമില്ല പാവം, ബസ് കാശന്നെ കഷ്ടിയുള്ളൂ. അപ്പൊ എവിടെ നിന്നൊക്കെയോ കുറെ കുന്നിക്കുരു പെറുക്കിയിട്ട് കൊണ്ടുപോയിന്നാണ്. കൊണ്ടുപോയ സമയത്ത് കുറെ നേരം ക്യൂ നിർത്തി ഭഗവാൻ. പാവം അമ്മ വിഷമിച്ച് ഫ്ലൈ ഓവറൊക്കെ ഇറങ്ങി. നിങ്ങൾക്ക് അറിയാം, ഈ ഗുരുവായൂർ അമ്പലത്തിന്റെ ഫ്ലൈ ഓവർ കടന്ന കേശവന്റെ കൊമ്പുള്ള വാതിൽ കൂടെ കിടക്കുക എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും ശ്രമകരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ്. അവിടെ ഉണ്ടാവുന്ന തിരക്കിന്റെ ഇടയിൽ പ്രായമായ ആൾക്കാർക്കൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല. അങ്ങോട്ട് പോകും നമ്മൾ തെറിച്ച്. പാവ ഈ അമ്മ ഈ മഞ്ചാടിക്കുരൊക്കെ കയ്യെ പിടിച്ച് തിരക്കിന്റെ ഉള്ളിൽ കൂടെ പോയപ്പോൾ പാവ അതിനെ പിടിച്ച് ആളെ തള്ളിയിട്ടു. പാവം നിലത്ത് വന്നു. കയ്യിലുണ്ടായിരുന്ന മഞ്ചാടിയൊക്കെ പോയി. ഒപ്പം നിൽക്കുന്ന ആൾക്കാർ പാവം കുറച്ച് നല്ല ആൾക്കാരായതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് പെറുക്കി കുറച്ചെണ്ണൊക്കെ കിട്ടി. ബാക്കിയൊക്കെ എവിടേക്കൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ പാടെ കൊടുത്ത് അമ്മയ്ക്ക് കൊടുത്തു. അമ്മ ആ ഭഗവാന്റെ ശ്രീകോവിൽ മുമ്പിലെത്തിയപ്പോൾ, കൃഷ്ണ എനിക്ക് തരാൻ ഒന്നുമില്ല കയ്യിൽ, ആകത് മാത്രമേ ഉള്ളൂ, സ്വീകരിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞ തൃപ്പടിയിൽ വെച്ചു എന്നാണ്. അത് കഴിഞ്ഞ് അമ്മയുടെ വീട്ടിലേക്ക് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞു. കുറെ മാറ്റങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവുന്നു. ഒരു വലിയ വ്യവസായി വന്ന് ഭഗവാൻ ഒരു ആനയെ നടയിരുത്തിയാണ്. ഒരു വലിയൊരു കൊമ്പനെ. ആ കൊമ്പനെ നടയിരുത്തി ആ വ്യവസായി, അദ്ദേഹം ബാംഗ്ലൂരുകാരനായിരുന്നു. അദ്ദേഹം ബാംഗ്ലൂർക്ക് തിരിച്ചുപോയി. ഇദ്ദേഹം പോയ അന്ന് തൊട്ടിട്ട് രാത്രി ഇയാൾ സ്വപ്നം കാണുന്നത് ഒരു കുട്ടി ഇരുന്ന് ഇങ്ങനെ കരയുന്നതാണ്. എല്ലാ ദിവസവും കരയാൻ. എങ്ങനെയാണ് ഒരു കുട്ടി കരയുന്നത് കണ്ടിട്ടും ഒരു മനുഷ്യന് ഉറങ്ങാൻ സാധിക്കുക? ഇദ്ദേഹം കുറച്ച് സാത്വികനായിട്ടുള്ള മനസ്സായതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഉറക്കം നഷ്ടപ്പെട്ടു എന്നാണ്. എല്ലാ ദിവസവും കണ്ണടയ്ക്കുമ്പോൾ കാണുന്ന ഒരു കുട്ടി ഇരുന്ന് കരയുന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പോയി ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഞാൻ ഗുരുവായൂരപ്പന് നല്ലൊരു ആനയെ കൊടുത്തു, കളഭം കൊടുത്തു, വിളക്ക് കൊടുത്തു, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എന്നിട്ടും ഇങ്ങനെ ഒരു ദുരനുഭവമാണല്ലോ എനിക്ക് ഉണ്ടാവുന്നത്. ഞാൻ ഉറങ്ങിയിട്ട് എത്ര നാളായി എന്നറിയൂ? അദ്ദേഹത്തിന്റെ ജ്ഞാനദൃഷ്ടിയിൽ കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന്റെ സാരാംശമാണ് എടുക്കേണ്ടത് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ പാലും വെള്ളവും മിക്സ് ചെയ്തല്ല എടുക്കേണ്ടത് മാത്രം എടുക്കണം. അദ്ദേഹം പറഞ്ഞത്, പ്രിയപ്പെട്ട മലയാളി, നിങ്ങൾ കൊണ്ടുപോയി ആനയെ നടയിരുത്തിയപ്പോ ആനയെ ഇരുത്തിയ കഴിമ്പടത്തിന്റെ താഴെ അമ്മയുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോയ ഒരു മഞ്ചാടിക്കുരു ഉണ്ടായിരുന്നു എന്നാണ്. ആന അതിന്റെ മുകളിൽ കയറുന്നപ്പോ മഞ്ചാടിക്കുരു ഞെങ്ങി പൊട്ടി. ആ ഒരു മഞ്ചാടി നഷ്ടപ്പെട്ട വിഷമാണ് അത്ര ഭഗവാൻ ആനയെ കിട്ടിയേക്കാണ്. എന്തുകൊണ്ട്? ഒന്ന്, സമർപ്പണത്തോടു കൂടി കൊടുത്തു. രണ്ട്, എനിക്ക് ആനയെ കൊടുക്കാൻ കപ്പാസിറ്റി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി കൊടുത്തു. ഏതാണ് ഭഗവാൻ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കൊക്കെ എന്താണ് ചെയ്യാൻ സാധിക്കുക? കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാണ്ടിരിക്കുക. കാണിക്കാൻ വേണ്ടി ഒന്നും വേണ്ട. അങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒരാളല്ല ഭഗവാൻ. പകരം നിഷ്കാമമായി, സത്യസന്ധമായി, നിങ്ങളുടെ ഒരു, ഞാൻ ചില പെൺകുട്ടികളോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾക്കൊരു ചേട്ടനോ ചേച്ചിയോ ഉണ്ടെങ്കിൽ, എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത് കേട്ടോ, നിങ്ങൾക്കൊരു ചേട്ടനോ ചേച്ചിയോ ഉണ്ടെങ്കിൽ ആ ചേട്ടനോ ചേച്ചിക്കോ ഉണ്ടാവുന്ന ആദ്യത്തെ കുട്ടിയെ നിങ്ങൾ എങ്ങനെ നോക്കൂ? അതുപോലെ നോക്കിക്കൂടെ ഭഗവാൻ? പല പെൺകുട്ടികളുണ്ട്, അവർക്കൊരു കുട്ടി ഉണ്ടാവുന്നതിനേക്കാൾ സ്നേഹമാണ് സഹോദരന്മാരുടെ കുട്ടിയോട്. അത്രയധികം നോക്കുക. എങ്ങനെ? അതുപോലെ നോക്കുക ഭഗവാൻ. ഒരു ഉണ്ണിയായിട്ട് നോക്കണമെങ്കിൽ അങ്ങനെ നോക്കുക. ഒരു ഗുരുനാഥനായിട്ട് കാണണമെങ്കിൽ അങ്ങനെ നോക്കുക. ഒരു കാമുകനായിട്ട് സ്നേഹിക്കണമെങ്കിൽ അങ്ങനെ സ്നേഹിക്കുക. ഏറ്റവും നല്ലൊരു സുഹൃത്തായിട്ട് കാണാൻ പറ്റുമെങ്കിൽ അങ്ങനെ കാണുക. എങ്ങനെ കണ്ടാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്തിച്ചേരേണ്ടത് ഒറ്റ സ്ഥലത്തേക്കാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കണം ഓരോ ഉത്സവങ്ങളിലും ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. പാവം നാടൻപാട്ടുകാർ വളരെ വലിയ സെറ്റിങ്സ് ഒക്കെ ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ നല്ലൊരു പ്രകടനം നിങ്ങൾക്ക് കാണാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക അതുകൂടെ പറഞ്ഞു നിർത്താം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയായിരിക്കും നന്ദനം, അല്ലെ? നെഞ്ചുപൊട്ടി ബാലാമണി പാടുന്ന പാട്ടാണ് കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ. അതിന്റെ വരികൾ എഴുതിയിട്ടുള്ളത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. അദ്ദേഹം എഴുതിയ ഒരു വരി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അത് എന്താണ് കൃഷ്ണ വേണ്ടത്? അല്ലെങ്കിൽ ഭഗവാൻ നമ്മളോട് ചോദിക്കുന്നു, തനിക്ക് എന്താ വേണ്ടത്, ഞാൻ തരാം. അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ, ഓടി കാർ വേണം, ബിഗ് ബോസിൽ പങ്കെടുക്കാൻ സാധിക്കണം എന്നൊക്കെ പറയാതിരിക്കുക. പകരം എന്ത് പറയാ?
മനോഹരമായിട്ടുള്ള വരിയാണ് ഗിരീഷേട്ടൻ എഴുതിയത്. വരും ജന്മത്തിലെങ്കിലും ശൗരേ, നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പൂക്കും പാരിജാതത്തിന്റെ മുമ്പിൽ വരും ജന്മത്തിലെങ്കിലും ശൗരേ ഒരു പൂവായി ജനിക്കാൻ കഴിഞ്ഞുവെങ്കിൽ, ആ കാലടി പുണരാൻ കഴിഞ്ഞുവെങ്കിൽ. കൃഷ്ണ, അങ്ങ് നടന്നു പോകുന്ന വഴിയിൽ വീഴുന്ന ഒരു പൂവായിട്ടെങ്കിലും ജനിക്കാനുള്ള ഭാഗ്യം എനിക്ക് തരണേ ഗുരുവായൂരപ്പ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് ഓട്ടോമാറ്റിക് ആയി നിങ്ങളിലേക്ക് വന്നു ചേരും. ഒറ്റ കാര്യങ്ങളെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് മുഖവര് ഭഗവാനെയാണ് ദേശനാഥനായിട്ട് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സാമ്പത്തിക പ്രശ്നമുണ്ടോ? പണത്തിന്റെ ആവശ്യം ഉണ്ടോ? ആർക്കും ഇല്ലേ? ഇത്രയധികം റിച്ച് ആയിട്ടുള്ള ആൾക്കാരോ? എനിക്കുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾ തുറന്നു പറയണ്ട, കുഴപ്പമില്ല. ഉള്ള ആൾക്കാരോട് പറയാം. പൊതുവിൽ ഞാൻ എല്ലാവർക്കും പറയാറുള്ള ടിപ്പാണ്, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ സാമ്പത്തിക പ്രശ്നം. താരാണത് അംബാനിയോട് ചോദിച്ചാൽ മൂപ്പർക്കും ഉണ്ടാവും പ്രശ്നം. സാമ്പത്തിക പ്രശ്നം മാറാനുള്ള വഴി ഉദാഹരണം പറഞ്ഞ് പറയാം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാനിപ്പോ ഇവിടുന്ന് ഒരു ചേച്ചിയെ പിക്ക് ചെയ്ത് വിചാരിക്കാം, ആ അർത്ഥത്തിൽ ഒരു ചേച്ചി. ആ ചേച്ചി ഞാൻ ഇവിടെ കൊണ്ടു നിർത്തിയിട്ട് ആ ചേച്ചിയോട് പറയുകയാണ്, ചേച്ചിയുടെ ചുരിദാർ കാണാൻ നല്ല ഭംഗിയുണ്ട്, മുടി ഷോർട്ടായിട്ട് വെട്ടിയതാണ് ഭംഗി, നല്ല ഭംഗിയുണ്ട്, കൺമഷി എന്ത് നല്ല കൺമഷി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അമ്മയോട് പുകഴ്ത്തിന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും സന്തോഷാവില്ലേ? ആവില്ലേ? സിമ്പിൾ ആവും, സ്വാഭാവികം. ഇതേ ചേച്ചിയെ ഞാൻ ഇവിടെ കൊണ്ട നിർത്തി, ആ ചേച്ചിയുടെ ഭർത്താവിന്റെ പേര് രമേശ് ഏട്ടനാണെന്ന് വിചാരിക്കുക. ആ ചേച്ചിയോട് ഞാൻ പറയാണ്, രമേശ് ഏട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയ ചേച്ചിയാണ് ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവതി. എന്ത് നല്ല മനുഷ്യൻ. ഇന്നലെ എന്നെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം കോഫി ഷോപ്പ് കൊണ്ടുവന്നു, കട്ട്ലറ്റ് വാങ്ങിത്തരുന്നു, ചായ വാങ്ങിത്തരുന്നു, എന്റെ ഹോട്ടലിലേക്ക് എന്റെ കൂടെ വരുന്നു, എന്റെ ഹോട്ടലിന്റെ ബില്ല് പേ ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയ ചേച്ചി ആദ്യം പറയുന്നത് കേൾക്കുമ്പോഴാണോ രണ്ടാമത് പറഞ്ഞത് കേൾക്കുമ്പോഴാണോ ആ ചേച്ചിക്ക് കൂടുതൽ സന്തോഷമായിട്ടുണ്ടാവുക? രണ്ടാമതാണ്. കല്യാണം കഴിഞ്ഞ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോ നിങ്ങളോടുള്ള എന്റെ ചോദ്യം, നമുക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ മാറാൻ നമ്മൾ ആരെയാണ് പ്രാർത്ഥിക്കുക? ലക്ഷ്മി ആണല്ലോ അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ലക്ഷ്മിയെ സ്തുതിക്കുന്നതാണോ ലക്ഷ്മിക്ക് ഇഷ്ടം, അതോ ലക്ഷ്മിയുടെ ഭർത്താവിനെ കുറിച്ച് നല്ലത് പറയുന്നതാണോ? ഏതാ? നിങ്ങളല്ലേ പറഞ്ഞു ഭർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ നല്ലത്? അപ്പൊ ലക്ഷ്മി പറഞ്ഞാൽ ലക്ഷ്മിയുടെ നാഥനായിട്ടുള്ള ആ ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ ലക്ഷ്മി ഓട്ടോമാറ്റിക്കായി നമ്മുടെ കൂടെ വന്നോളൂ. നോക്കൂ, ശ്രീവത്സം എന്നാണ് ഭഗവാന്റെ മാറത്ത മാർഗിന്റെ പേര്, ഭഗവതിയുടെ സ്ഥാനാണ്. ലക്ഷ്മിക്ക് പൊതുവിൽ പറയുന്ന ഒരു പ്രശ്നമുണ്ട്, ലക്ഷ്മി എല്ലായിടത്തും അസ്ഥിരയായിരിക്കും എന്ന് പറയും. എവിടെയും സ്ഥിരമായിട്ടിരിക്കില്ല. ഇന്ന് എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നാളെ അപ്പത്തേക്ക് പോകും. സ്ഥിരമായിട്ട് ഇരിക്കുകയില്ല, എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ഒരു സ്ഥലത്തൊഴിച്ച് ഒരു സ്ഥലത്ത് ദേവി സ്ഥിരയാണ്. എവിടെ? ഭഗവാന്റെ കാലിന്റെ ചുവട്ടിൽ. അവിടെ എപ്പോഴും ആ ഭഗവാന്റെ കാലുകളെ ശുശ്രൂഷിച്ചുകൊണ്ട് അമ്മയുണ്ട്. അപ്പോ ലക്ഷ്മിയെ സ്ഥിരമായിട്ട് കിട്ടണമെങ്കിൽ ആരെ ഉപാസിക്കണം? ഗുരുവായൂരപ്പനെ ഉപാസിക്കണം അല്ലെ? ആ ഗുരുവായൂരപ്പനെയാണ് നിങ്ങൾക്ക് ദേശനാഥയായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ എത്ര സുഖം ചെയ്ത ആൾക്കാരാണ്, നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങളില്ല. ഭഗവാൻ വാതാലയേശനാണ്, എല്ലാ രോഗങ്ങളും മാറ്റി തരുന്ന ആളാണ്. ഒരു അസുഖങ്ങളും പോലും വരില്ല. ഭഗവാൻ വളരെയധികം നന്നായി ആളുകളെ നോക്കുന്ന ഒരു രാജാവാണ്, ഒരു ചക്രവർത്തിയാണ് ദ്വാരകയിൽ. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സമൃദ്ധിക്കുള്ള ഒരു കുറവും ഈ ദേശത്ത് ഉണ്ടാവില്ല. എന്തുകൊണ്ടും ഈ ദേശം വളരെയധികം പുണ്യം ചെയ്തതാണ്. ഒരു മണ്ണിൽ വന്ന് അല്പസമയം ഭഗവാനെ കുറിച്ച് പറയാൻ ഒരു അവസരം തന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു എളിയ പ്രഭാഷണം ശ്രീ ഗുരുവായൂരപ്പന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.